സുദീർഘമായ 70 വർഷത്തെ ബാബേൽ പ്രവാസത്തിൽ നിന്നും സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. After a long period of 70 years of exile in Babylon, the children of Israel returned from their captivity under the hand of Zerubbabel. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ യെരൂശലേം ദേവാലയത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. Under the hand of Zerubbabel, the rebuilding of the temple of Jerusalem was taking place. നിർഭാഗ്യവശാൽ വിവിധങ്ങളാകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ യെരൂശലേം ദേവാലയത്തിന്റെ പണി മുടങ്ങുവാനിടയായി തീർന്നു. Faithfully, the construction was inhibited for a brief period of time. വർഷങ്ങളോളം യെരൂശലേം ദേവാലയത്തിന്റെ പ്രവൃത്തികൾ മുടങ്ങിക്കിടന്നതിനാൽ ദൈവജനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പോലും ആലയത്തെക്കുറിച്ചുള്ള ചിന്ത വിട്ടുപോയിരുന്നു. Because the rebuilding work was inhibited for a long time, even the mind to rebuild the temple was lost from their minds. ഈ സന്ദർഭത്തിൽ ജനത്തിന്റെ ഹൃദയത്തെ ഉണർത്തുവാനും ആലയ നിർമ്മാണത്തിന് വേണ്ടി അവരെ സജ്ജമാക്കുവാനും ദൈവത്താൽ എഴുന്നേൽപ്പിച്ച 2 പ്രവാചകന്മാരാകുന്നു ഹഗ്ഗായിയും സെഖര്യാവും. To revive the mind of the people to once again start rebuilding the temple, the 2 anointed prophets are Haggai and Zechariah. ഹഗ്ഗായി പ്രവാചകൻ ഏകദേശം 4 മാസമാണ് തന്റെ പ്രവചന ശുശ്രൂഷ നിവർത്തിച്ചത്. Haggai had his prophetic ministry for 4 months. എന്നാൽ സെഖര്യാ പ്രവാചകൻ 2 സംവത്സരം പ്രവചിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. We can see that this prophet Zechariah prophesied for 2 long years. സെഖര്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, when we come to this book of Zechariah, യെരൂശലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണം മുതൽ ഏതാണ്ട് 1000 ആണ്ട് വാഴ്ച വരെയുള്ളതായ എല്ലാ സംഭവങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പ്രവചിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. It has been elaborately prophesied from the rebuilding of temple till the millennial rule. ഏതാണ്ട് 14 അധ്യായങ്ങൾ മാത്രമുള്ളതായ സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഓരോ അധ്യായങ്ങളിലും മശിഹയെക്കുറിച്ച് വിവിധ നിലവാരത്തിൽ പ്രവചിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. In each and every chapter of this 14-chapter book concerning the Messiah, it has been clearly prophesied. ഏതാണ്ട് 40ഓളം ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ സെഖര്യാ പ്രവചനത്തിൽ നിന്ന് എടുത്തു ധരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വേദശാസ്ത്രപരമായി സെഖര്യാ പ്രവചനത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. Because as much as 40 utterances have been narrated in the New Testament from this book of Zechariah, we can understand the significance of this book. അതിന്റെ 1 മുതൽ 6 വരെയുള്ളതായ അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, when we come to the first 6 chapters of this book, ഒരു രാത്രി കൊണ്ട് സെഖര്യാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതായ 8ഓളം ദർശനങ്ങളാണ് അവിടെ കാണുവാൻ സാധിക്കും. We can see 8 visions which the Lord revealed to him in a single night. അതിന്റെ 8ാമത്തെ ദർശനമാകുന്നു ഇന്ന് രാത്രിയിലെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തത്. We have selected the 8th vision for this night's meditation. സെഖര്യാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, as Zechariah was viewing, 2 സെഖര്യാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 2 പർവ്വതങ്ങളെ കണ്ടു. as Zechariah was viewing, he saw 2 mountains. ഈ പർവ്വതങ്ങൾ താമ്ര പർവ്വതങ്ങളായിരുന്നു. They were mountains of brass. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, as he was viewing, ഈ പർവ്വതങ്ങളുടെ ഇടയിൽ നിന്നും 4 രഥങ്ങൾ പുറപ്പെട്ടു വരുന്നത് സെഖര്യാവ് കണ്ടു. he saw 4 chariots proceeding in between the mountains. ഒന്നാമത്തെ രഥത്തിൽ ചുവന്ന കുതിരയെ പൂട്ടിയിരിക്കുന്നു. in the first chariot were harnessed red horses. രണ്ടാമത്തെ രഥത്തിൽ വെളുത്ത കുതിരയെ പൂട്ടിയിരിക്കുന്നു. in the second chariot white horses. മൂന്നാമത്തെ രഥത്തിൽ കറുത്ത കുതിരയെ പൂട്ടിയിരിക്കുന്നു. in the third chariot black horses. നാലാമത്തെ രഥത്തിൽ പുള്ളിയും കുരാൽ നിറമുള്ള കുതിരയെ പൂട്ടിയിരിക്കുന്നു. in the fourth chariot grizzled and bay horses. കറുത്ത കുതിരയെ പൂട്ടിയിരിക്കുന്ന രഥങ്ങൾ വടക്കോട്ട് പുറപ്പെട്ടു. the chariots in which the black horses were harnessed went to the north. വെള്ള കുതിരകളെ പൂട്ടിയിരിക്കുന്ന രഥങ്ങൾ അവയ്ക്ക് പിന്നാലെ പുറപ്പെട്ടു. the chariots in which the white horses were harnessed followed them. പുള്ളിയുള്ളവ തെക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു. the bay went to the south country. കുരാൽ നിറമുള്ളത് ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. and the grizzled roamed to and fro in the earth. ഈ ദർശനത്തിന്റെ അർത്ഥം എന്താണെന്ന് പ്രാരംഭമായി ഒറ്റ വാക്കിൽ നമുക്ക് ചിന്തിക്കാം. shall we understand the meaning of this vision? ഇസ്രായേലിന് വിരോധമായി പ്രവർത്തിച്ച ജാതീയ ശക്തികളുടെ മേലും ഈ ഭൂലോകത്തിൽ ആഗമനവും സംഭവിക്കാൻ പോകുന്ന ദൈവിക ന്യായവിധിയുടെ ചിത്രമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. we can see the picture of God's divine judgment against the Gentile nations that fought against Israel and against all the Gentile nations of the world. നമ്മൾ വായിച്ച അധ്യായത്തിന്റെ 1ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, in the first verse of this 6th chapter, ഈ ദർശനത്തിന്റെ പ്രാരംഭത്തിൽ സെഖര്യാവ് 2 പർവ്വതങ്ങളെ കാണുന്നു. he is seeing 2 visions in the foreground of the vision. 6ാം അധ്യായത്തിന്റെ 1ാം വാക്യം വായിക്കാം. നോക്കിയപ്പോൾ
രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് 4 രഥം പുറപ്പെടുന്നത് കണ്ടു. അവൻ 2 പർവ്വതങ്ങളെ പ്രാരംഭമായി കാണുകയാണ് He ചെയ്യുന്നത്. is seeing 2 mountains first of all. പ്രാരംഭമായി നമുക്ക് ചിന്തിക്കുവാനുള്ളത് ഈ പർവ്വതങ്ങൾ എന്തിനെ വെളിപ്പെടുത്തി What കാണിക്കുന്നു? do these mountains signify? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പർവ്വതങ്ങൾ സർവശക്തനായ ദൈവത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നു. Shortly, these mountains reveal the Almighty God. തിരുവെഴുത്തിലേക്ക് നമ്മൾ കടന്നു വന്ന് ചിന്തിക്കുമ്പോൾ As we meditate the scriptures, സർവശക്തനായ ദൈവത്തെയും അവന്റെ പുത്രനായ ക്രിസ്തുവിനെയും പർവ്വതത്തോടും പാറയോടും സാദൃശ്യപ്പെടുത്തി പറയുന്ന അനേക വചനങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ we സാധിക്കും. can see many scripture portions in which the Almighty God and His dear Son are compared to a mountain and to rock. 98-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In Psalm 98 verse 2, when we see യഹോവയെ കുറിച്ച് concerning the Lord, 98-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ in the second verse of the 98th Psalm, അവൻ ശരണമാക്കുന്ന പാറ എന്ന ദൈവത്തെ കുറിച്ച് it പരാമർശിച്ചിരിക്കുന്നു. is mentioned the rock of His refuge. വീണ്ടും സങ്കീർത്തനത്തിൽ ഉടനീളം നമ്മൾ പഠിച്ചു നോക്കിയാൽ Throughout all the Psalms, if we study, ദൈവത്തെ പാറയോടും പർവ്വതത്തോടും സാദൃശ്യപ്പെടുത്തി പറയുന്ന അനേക വചനങ്ങൾ കാണുവാൻ സാധിക്കും. God has been compared to a rock and to a mountain. 121-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In Psalm 121, the first verse, അവിടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, the psalmist says so, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് I ഉയർത്തുന്നു, lift up mine eyes unto the hills. എന്റെ സഹായം എവിടെ നിന്ന് വരും? From whence doth my help come from? അവിടെ സർവശക്തനായ ദൈവത്തെ പാറയോട് സാദൃശ്യപ്പെടുത്തി പറയുകയാണ് The ചെയ്യുന്നത്. Almighty God is compared to a rock. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ When we come to the book of Isaiah, 26-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ in the 26th chapter of the 4th verse, അവിടെ പ്രവാചകൻ യെശയ്യാവ് പറയുന്നു, the prophet Isaiah is mentioning, യഹോവയാം യാഗിൽ ശാശ്വതമായൊരു പാറയുള്ളത് കൊണ്ട് for the Lord God is an everlasting rock. അവനിൽ എന്നേക്കും ആശ്രയിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. We can trust Him at all times. 18-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ We come to the 18th Psalm. അതിന്റെ 2-ാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, David writes in the second verse, ശൗലിന്റെ കയ്യിൽ നിന്നും അവന്റെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെട്ടപ്പോഴാണ് അവൻ ആ സങ്കീർത്തനം എഴുതിയത്. he wrote the psalm when he was delivered out of the hand of Saul and out of the hand of all his enemies. അവിടെ ദാവീദ് ദൈവത്തെ നോക്കി ഇപ്രകാരം പറയുകയാണ് ചെയ്യുന്നത്, David is looking unto God and saying, യഹോവ എന്റെ ശൈലവും the Lord is my refuge, എന്റെ കോട്ടയും my fortress, രക്ഷയും ഞാൻ ശരണമാക്കുന്ന പാറയുമാകുന്നുവെന്ന് the പറയുന്നു. salvation and the rock in which I trust. പുതിയ നിയമപുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we come to the New Testament books, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ പാറ എന്ന് പരാമർശിച്ചിരിക്കുന്ന അനേക വാക്യങ്ങൾ കാണുവാൻ we can see സാധിക്കുന്നു. several portions in which Jesus is compared to a rock. കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we come to the epistle to Corinthians, 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ in 1 Corinthians chapter 10 verse 4, ഇസ്രായേലിന്റെ മരുഭൂപ്രയാണത്തെ പുതിയ നിയമസഭയോടുള്ള ജീവിതയാത്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് the wilderness sojourn of the children of Israel are compared to a wilderness journey. അപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പ്രകാരം പറയുന്നു, Apostle Paul is saying, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, they all drank of the spiritual rock that followed them, ആ ആത്മീയ പാറ ക്രിസ്തുവാകുന്നുവെന്ന് പറയുന്നു. and that rock was Christ. ആകയാൽ നമ്മുടെ ദൈവം പാറയാകുന്നുവെന്ന് പറയുമ്പോൾ When we say that our Lord is a rock, അവൻ ആശ്രയമാകുന്നു, അഭയമാകുന്നു എന്നതിന്റെ അർത്ഥം. He is a refuge, He can be trusted. അവനൊരു മറവിടമാകുന്നു എന്നാകുന്നതിന്റെ അർത്ഥം. He is a hiding place. കാട്ടാടുകൾക്കും കുഴിമുയലുകൾക്കും പാറകൾ സങ്കേതമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ The പറയുന്നു. wild goats and the cornies, they found rocks as a hiding place. ഈ ദർശനത്തിന്റെ പ്രാരംഭത്തിൽ 2 ദിവ്യ പർവ്വതങ്ങളെ സഖരിയാവ് കാണുന്നു. He is seeing 2 mountains in the foreground of this ഇത് vision. നമുക്ക് ആശ്രയവും അഭയവും സങ്കേതവുമായിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി Our കാണിക്കും. rock and refuge and salvation is our Lord Jesus Christ. പക്ഷേ ഈ ദർശനത്തിൽ മറ്റൊരു പ്രത്യേക കാര്യം We ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. have to see one more thing in this vision. സഖരിയാവ് കാണുന്ന 2 പർവ്വതങ്ങളെ ആകുന്നു കാണുന്നത്. He is seeing 2 mountains. ഈ 2 ദിവ്യ പർവ്വതങ്ങൾ എന്തിനെ വെളിപ്പെടുത്തി What do കാണിക്കുന്നു? these 2 divine mountains signify? 36-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 36th Psalm, the 6th verse, when we refer, ന്യായം വിധിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ നീതിയെ അത് വെളിപ്പെടുത്തി we കാണിക്കുകയാണ് can say ചെയ്യുന്നത്. the righteousness of the judging God. അവിടെ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, The psalmist says, ദൈവത്തിന്റെ നീതി ദിവ്യ പർവ്വതങ്ങൾ പോലെയാകുന്നുവെന്ന് പറയുന്നു. His faithfulness is like unto the heavens. 36-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം വായിച്ചാട്ടെ.
ദിവ്യ പർവ്വതങ്ങളെ പോലെയും ദൈവത്തിന്റെ നീതി ദിവ്യ പർവ്വതങ്ങളെ പോലെയാകുന്നു. The righteousness of God is like great mountains. ആകയാൽ സക്രിയാവ് കാണുന്ന ഈ രണ്ട് പർവ്വതങ്ങൾ എന്ന് പറയുന്നത്, The two mountains which Zechariah is viewing. ഒന്ന് ന്യായം വിധിക്കുന്നവനായ ക്രിസ്തുവിനെയും, First, the Christ who will come to judge. ന്യായവിധിയിലുള്ള ക്രിസ്തുവിന്റെ സ്വഭാവമാകുന്ന ദൈവത്തിന്റെ നീതിയെയും വെളിപ്പെടുത്തി കാണിക്കാൻ. And the righteousness which is the quality nature of the judging God. തിരുവെഴുത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ പഠിക്കുമ്പോൾ When we come to the scriptures, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവനീതിയെ പരാമർശിക്കുന്ന അനേക വചനങ്ങളെ കാണുവാൻ സാധിക്കുന്നു. there are many scriptures which refer to the righteousness of God. ആവർത്തന പുസ്തകം 32 അധ്യായത്തിന്റെ 4 വാക്യത്തിലേക്ക് വരുമ്പോൾ, In Deuteronomy chapter 32 verse 4, മോശ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് ഇപ്രകാരം പാടി. Moses is singing concerning the righteousness of God. അവൻ വിശ്വസ്തതയുള്ളവനായ ദൈവം, He is a faithful God. അവൻ വ്യാജമില്ലാത്തവൻ, He is a God without, full of truth. അവൻ നീതിയും നേരുമുള്ളവൻ തന്നെ എന്ന് He is പറഞ്ഞിരിക്കുന്നു. just and right. സങ്കീർത്തന പുസ്തകങ്ങൾ ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ When we see all throughout the book of Psalms, ന്യായവിധിയിലുള്ള ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് വളരെ വ്യക്തമായി we പരാമർശിക്കുന്നുണ്ട്. can see the righteousness of the judging God. 7 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിലേക്ക് വരുമ്പോൾ, In Psalm 7, the 11th verse, നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. our God is a righteous judge. 9 സങ്കീർത്തനത്തിന്റെ 8 വാക്യത്തിലേക്ക് വരുമ്പോൾ, In the 8th verse of the 9th Psalm, അവൻ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുമെന്ന് അവിടെ He എഴുതിയിരിക്കുന്നു. shall judge the world in righteousness. 9 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിലേക്ക് വരുമ്പോൾ, In the 4th verse of the same Psalm, അവൻ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. He is judging righteously and sitting upon His throne. 45 സങ്കീർത്തനത്തിന്റെ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ, In the 6th verse of the 45th Psalm, അവന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നുവെന്ന് പറയുന്നു. the scepter of His kingdom is a scepter of righteousness. 48 സങ്കീർത്തനത്തിന്റെ 10 വാക്യത്തിലേക്ക് വരുമ്പോൾ, 10th verse of the 48th Psalm, അവന്റെ വലങ്കയിൽ നീതി നിറഞ്ഞിരിക്കുന്നുവെന്ന് His പറഞ്ഞിരിക്കുന്നു. right hand is full of righteousness. 85 സങ്കീർത്തനത്തിന്റെ 13 വാക്യത്തിലേക്ക് വരുമ്പോൾ, In the 13th verse of the 85th Psalm, നീതി അവന് മുമ്പായി നടക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു. righteousness is walking before him. 119 സങ്കീർത്തനത്തിന്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ, In the 119th Psalm, the 7th verse, അവന്റെ വിധികൾ നീതിയുള്ളവ എന്ന് പരാമർശിച്ചിരിക്കുന്നു. all his judgments are righteous. 119 സങ്കീർത്തനത്തിന്റെ 62 വാക്യത്തിലേക്ക് വരുമ്പോൾ, 62nd verse of the same Psalm, അവന്റെ ന്യായവിധികൾ നീതിയുള്ളവ എന്ന് all പരാമർശിച്ചിരിക്കുന്നു. his judgments are righteous. ആകയാൽ ന്യായം വിധിക്കുന്നവനായ നമ്മുടെ കർത്താവ് നീതിയുള്ളവനാണ്. Our Lord who is judging is a righteous judge. സക്രിയാവ് 2 ദിവ്യ പർവ്വതങ്ങളെ കാണുന്നു. Zechariah is viewing 2 divine mountains. ഈ ദിവ്യ പർവ്വതങ്ങളിൽ ന്യായം വിധിക്കുന്നവനായ ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തി It കാണിക്കുന്നു. shows the righteousness of the God who will come to judge. എന്നുള്ള വാക്യത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, When we come to the preceding portions, ഈ പർവ്വതങ്ങൾക്ക് മറ്റൊരു സവിശേഷതയുണ്ട്. there is another qualification for this mountain. സക്രിയ 6:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, In the first verse of the 6th chapter, അത് താമ്ര പർവ്വതങ്ങളായിരുന്നു they എന്ന് are വായിക്കുന്നു. mountains of brass. 6 അധ്യായം 1 വാക്യം ഒരിക്കൽ കൂടെ വായിച്ചട്ടെ. ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ 2 പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് 4 രഥം പുറപ്പെടുന്നത് കണ്ടു. അടുത്തത്. ആ പർവ്വതങ്ങളോ താമ്ര പർവ്വതങ്ങളായിരുന്നു. ആ പർവ്വതങ്ങൾ താമ്ര പർവ്വതങ്ങളായിരുന്നു എന്ന് It പറഞ്ഞിരിക്കുന്നു. is mentioned they were mountains of brass. ഈ പർവ്വതങ്ങൾ താമ്ര പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What does it signify that they were mountains of brass? താമ്രം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു If പോകണം. we have to understand what is brass, we have to come to the Old Testament. ദൈവത്തിന്റെ ആലയമാകുന്ന സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ യാഗപീഠം എന്നൊരു ഉപകരണം ഉണ്ടായിരുന്നു. In the outer court of the tabernacle of God, there was ആലയത്തിലെ ഉപകരണങ്ങളൊക്കെ ഒന്നുകിൽ തനി തങ്കം കൊണ്ട് നിർമ്മിച്ചു, അല്ലെങ്കിൽ കതിരമരം കൊണ്ട് നിർമ്മിച്ചു, തങ്കം കൊണ്ട് പൊതിഞ്ഞു. all the utensils were either of gold or they were built by the wood and covered by gold. എന്നാൽ ഇതിൽ യാഗപീഠം തികച്ചും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ But സാധിക്കുന്നുണ്ട്. we can see the altar is entirely different. യാഗപീഠം കതിരമരം കൊണ്ട് പണിതിട്ട് താമ്രം കൊണ്ട് പൊതിയുന്നതായി കാണിക്കുന്നു. The altar is made of gopher wood and covered with gold. എന്തുകൊണ്ട് യാഗപീഠം കതിരമരം കൊണ്ട് പണിത് താമ്രം കൊണ്ട് പൊതിഞ്ഞു എന്ന് ചോദിച്ചാൽ, Why is it built by this wood and covered by gold? യാഗപീഠത്തിൽ വിറകടുക്കി യാഗവസ്തുവിനെ ദഹിപ്പിക്കുമ്പോൾ അതിന്റെ ചൂട് താങ്ങുവാൻ താമ്രത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. Because only brass can bear the heat when they are offering the sacrifice. യാഗപീഠത്തിൽ യാഗവസ്തു എരിയുമ്പോൾ പൊന്നും വെള്ളിയും അഴിഞ്ഞു പോകും.
when the sacrifice is being burnt, the gold and silver will melt down. എന്നാൽ താമ്രം ഒരിക്കലും അഗ്നിയിൽ അടിഞ്ഞു പോകുന്നില്ല എന്ന് കാണുവാൻ But we സാധിക്കും. can see that brass will never melt. ആകയാൽ ഈ താമ്രം എന്തിനെ വെളിപ്പെടുത്തി കാണിക്കണം? What does this brass signify? അഗ്നിയുടെ ചൂടിനെ പ്രതിരോധിക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയെ വെളിപ്പെടുത്തി കാണിക്കുകയാണ് It is a ചെയ്യുന്നത്. power that resists the heat of the fire. അത് ദൈവത്തിന്റെ കൃപയെ വെളിപ്പെടുത്തി It കാണിക്കണം. shows the grace of God. അപ്പോസ്തലൻ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ When we come to the life of Saint Paul, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോഴും വിവിധങ്ങളാകുന്ന രോഗങ്ങൾ അവനെ ദണ്ഡിപ്പിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ it is said സാധിക്കുന്നുണ്ട്. he had various infirmities while he was ministering to the Lord. എന്നാൽ തിരുവെഴുത്തിന്റെ പ്രത്യേക ഭാഗത്ത് But in a certain portion of the scripture, അവൻ ഒരു പ്രത്യേക രോഗത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിച്ചു എന്ന് it പറയുന്നു. is said he prayed 3 times for deliverance from a certain sickness. അവന്റെ പ്രാർത്ഥന കേട്ട കർത്താവ് അവനോട് മറുപടി പറയുന്നു, The Lord replied, who heard his prayer, എന്റെ കൃപ നിനക്ക് മതി, my grace is sufficient for thee. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു My വരുന്നു. strength is made perfect in your weakness. ആകയാൽ അഗ്നിയിൽ കത്തിപ്പോകാതിരിക്കണമെങ്കിൽ അത് താമ്രത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. Therefore, if it has not to be melted down in fire, only brass can withstand. അതുപോലെ അഗ്നി ശോധനകളിൽ നിലനിൽക്കണമെങ്കിൽ ദൈവകൃപയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. Therefore, to withstand in fiery trials, we have to stand in grace. ആകയാൽ ഈ പർവ്വതങ്ങൾ താമ്രപർവ്വതങ്ങളാകുന്നുവെന്ന് വെച്ചാൽ അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയെ വെളിപ്പെടുത്തി കാണിക്കും. It shows that they were mountains of brass. It is the grace of God. അപ്പോൾ ഇത് ദിവ്യപർവ്വതങ്ങൾ താമ്രപർവ്വതങ്ങളാകുന്നുവെന്ന് പറയുമ്പോൾ When we say that they are divine mountains and mountains of brass, ഒരു ഭാഗത്ത് നമ്മുടെ കർത്താവ് നീതിയുള്ളവനാകുന്നു, on one hand he is a righteous God, അതേസമയം നമ്മുടെ കർത്താവ് കൃപയുള്ളവനുമാകുന്നു. on the other hand he is a God of grace. 116 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിലേക്ക് വരുമ്പോൾ In the 5th verse of the 116th Psalm, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, the psalmist says so. യഹോവ കൃപയും നീതിയുമുള്ളവനാകുന്നുവെന്ന് He is പറയുന്നു. full of grace and righteousness. 112 സങ്കീർത്തനത്തിന്റെ 4 വാക്യത്തിലേക്ക് വരുമ്പോൾ In the 4th verse of the 112th Psalm, അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, the psalmist says, യഹോവ കൃപയും കരുണയും നീതിയുമുള്ളവനാകുന്നുവെന്ന് he is പറയുന്നു. gracious and full of compassion and righteous. യഹോവ നീതിയുള്ളവൻ മാത്രമല്ല, He is not only righteous, യഹോവ കൃപയുള്ളവനും he കൂടെയാകുന്നു. is gracious. എന്താണ് ദൈവത്തിന്റെ കൃപ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? What does this refer by the grace of God? ന്യായപ്രമാണ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we come to the Old Testament time, കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when we say grace, ദൈവം മനുഷ്യനോട് കാണിക്കുന്ന കേവലം കരുണ മാത്രമായിരുന്നു. it is only the mercy which God showed to his people. പഴയ നിയമം ദൈവത്തിന്റെ കരുണയ്ക്ക് കൃപ എന്ന് വിളിച്ചിരുന്നു. The Old Testament used to refer grace as mercy. എന്നാൽ കൃപായുഗത്തിലേക്ക് വരുമ്പോൾ When we come to the dispensation of grace, കൃപ എന്നുള്ള വാക്കിന് വിശാലമായ അർത്ഥമുള്ളതായി കാണുവാൻ grace സാധിക്കും. has broader definitions. നമ്മുടെ കർത്താവ് തന്നെ തന്നെ ഏൽപ്പിച്ചു തന്ന് തന്റെ കൃപ നമ്മോട് വെളിപ്പെടുത്തുകയായിരുന്നു. Because he yielded himself and he has revealed his grace unto us. ആകയാൽ പുതിയ നിയമസഭയ്ക്ക് ദൈവമക്കളായ നമ്മളോട് ദൈവം കാണിച്ച കൃപ അവനെ മുഴുവനുമായി നമുക്ക് ഏൽപ്പിച്ചു തന്ന് അവൻ നമ്മളോട് തന്റെ കൃപ വെളിപ്പെടുത്തി So കാണിച്ചു. he has revealed his grace by giving himself to us. പഴയ നിയമത്തിൽ കേവലം അവൻ കരുണ കാണിക്കുക മാത്രമാണ് ചെയ്തതെങ്കിൽ Old Testament only he showed പുതിയ compassion. പുതിയ നിയമത്തിൽ അവനെ തന്നെ തന്ന് അവന്റെ കൃപ നമ്മോട് വെളിപ്പെടുത്തി In the കാണിച്ചു. New Testament he has given himself and revealed his grace unto us. യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ John 3:16, തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും whoever believeth in his only begotten son, നശിച്ചു പോകാതെ so that he might not perish, അവനെ നൽകുവാൻ തക്കവണ്ണം to give him unto us. ദൈവ മനുഷ്യരോട് കാണിച്ച കൃപയെ നമുക്ക് കാണുവാൻ We can see സാധിക്കും. the grace of God which God revealed unto us. അതുകൊണ്ടാണ് റോമാലേഖനം 8-32 വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നത്, Therefore in Romans 8:32 St. Paul says, തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും തരാതിരിക്കുമോ എന്ന് if ചോദിക്കുന്നു. he gave his own son, how much more shall he not give everything else? തന്റെ സ്വന്തം പുത്രനെ പൂർണ്ണമായും നമുക്ക് ഏൽപ്പിച്ചു തരുവാൻ ദൈവം നമ്മോട് കൃപ കാണിച്ചെങ്കിൽ God had grace upon us that he gave his son unto us. അതോടുകൂടെ സകലതും നമുക്ക് തരാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് He is ചെയ്യുന്നത്. asking, will he not give everything along with it? ആകയാൽ കൃപായുഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ Therefore when we come to the dispensation of grace, അവിടെ ദൈവത്തിന്റെ കൃപ അവനെ തന്നെ നമുക്ക് തന്നതിലൂടെ വെളിപ്പെടുത്തി കാണിച്ചു. the grace of God is that he gave himself for us. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Therefore in 2 Corinthians chapter 8 verse 9, വിശുദ്ധ പൗലോസ് പ്രകാരം പറയുന്നു, St. Paul is saying, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും even though our Lord was rich, അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരായി തീരുവാൻ by his poverty that we might be made rich. അവൻ നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവകൃപ എന്നാ പറഞ്ഞിരിക്കുന്നത്. Think about how for us he made himself poor. സമ്പന്നനായ യേശുക്രിസ്തു നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന ദൈവത്തിന്റെ കൃപ.
The grace of God, how Jesus made himself poor even though he was rich. ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കി തീർക്കുവാൻ സമ്പന്നനായ ക്രിസ്തു ദരിദ്രനായി ലോകത്തിലേക്ക് വന്നു. So that through his poverty we might be made rich. അതാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മോട് കാണിച്ച ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത്. This is the grace of God which God showed unto us. അവന്റെ സമ്പത്തിന്റെ മഹത്വത്തെ അവൻ ഉപേക്ഷിച്ചു. The riches of his grace he forsook. ദൈവത്തിന്റെ സമ്പത്തിന്റെ ആഴം എത്രയാണെന്ന് ആർക്കും ഗ്രഹിക്കുവാൻ തന്നെ സാധിക്കത്തില്ല. We cannot comprehend the depth of the wealth of God. അവന്റെ രഥങ്ങൾ ആയിരം ആയിരവും കോടി കോടിയും എന്ന് പറഞ്ഞിരിക്കും. His chariots are 100,000. ആയിരം ആയിരം കോടി കോടി രഥങ്ങളുള്ളവൻ എത്ര വലിയ സമ്പന്നനാണെന്ന് ചിന്തിച്ചു കൊള്ളണം. How much wealthy our God is he. ഈ സർവശക്തനായ സമ്പന്നനായ കർത്താവ് ദരിദ്രനായി ലോകത്തിലേക്ക് This അവതരിച്ചു. almighty wealthy God came into this earth. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ When we come to the gospel according to Saint Luke, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാകിയാൽ പുൽത്തൊഴുത്തിൽ അവനെ കിടത്തിയെന്ന് because പറഞ്ഞു. there was no place in the inn, he was laid in a manger. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവം The world, the whole universe was created by our God. ഈ ലോകത്തിലേക്ക് അവതരിച്ചപ്പോൾ When he came manifested in this earth, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാകിയാൽ പുൽത്തൊഴുത്തിൽ കിടത്തിയെന്ന് പറഞ്ഞിരിക്കുന്നു. because there was no place in the inn, he was laid in a manger. പഴയ കാലഘട്ടങ്ങളിലെ In the old times, ദീർഘദൂര യാത്രകൾ നടത്തുന്നവർക്ക് after long sojournings, വഴിയിൽ വിശ്രമിക്കുവാൻ സത്രങ്ങൾ ഉണ്ടായിരുന്നു. there used to be inns for resting. ഇന്നത്തെ കാലത്ത് മോട്ടോർ വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം. Because there were no motor vehicles, ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടി അവർ കടന്നു പോകുമ്പോൾ when they used to go for long travelings, കഴുതയുടെയോ ഒട്ടകത്തിന്റെയോ കുതിരയുടെയോ പുറത്ത് കയറിയാണ് അവർ യാത്ര ചെയ്യുന്നത്. either upon an ass or a camel or a horseback, they used to travel. ഇരുളാകുമ്പോൾ അവർ സത്രത്തിൽ വിശ്രമിക്കും. While it was dark, they used to rest in an inn. ആ സത്രത്തോട് ചേർന്ന് And along with that inn, അവരുടെ വാഹനമൃഗത്തെ കെട്ടുവാൻ വേണ്ടി ഒരു കാലിത്തൊഴുത്തുണ്ടായിരിക്കും. there used to be a cattle shed to tie their vehicles. അവർ യാത്ര ചെയ്തു വന്ന കഴുതയെ ആ കാലിത്തൊഴുത്തിൽ കെട്ടിയിട്ട് അവർ സത്രത്തിൽ വിശ്രമിക്കും. They used to tie their asses upon that shed. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ജനിച്ചത് ആ കാലിത്തൊഴുത്തിലായിരുന്നു. Our Jesus was born in that manger. ആരോ കൊടുത്ത ശീലയാൽ അവൻ ചുറ്റപ്പെടുവാൻ ഇടയായി By തീർന്നു. swaddling clothes given by someone else. ഒരു തച്ചന്റെ കുടുംബത്തിലാണ് യേശു Born വളർന്നത്. in the family of a carpenter തികച്ചും ദരിദ്രമായ പശ്ചാത്തലം. and a poor background. അവൻ വളർന്ന ഗ്രാമത്തെ കുറിച്ചും തിരുവെഴുത്തിൽ It പറഞ്ഞിട്ടുണ്ട്. is mentioned concerning his village also. നസ്രത്ത് ഏറ്റവും വൃത്തിഹീനമായ ഒരു തെരുവായിരുന്നു. Nazareth is a very despiteful place. നാസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നൊരു പഴഞ്ചൊല്ല് തന്നെ അവിടെ ഉണ്ടായിരുന്നു. Also it is said, will any good come out of ഈ Nazareth? നാസറത്തിലാണ് യേശു വളരുവാനിടയായി തീർന്നത്. Jesus was brought up in this Nazareth. തിരുവെടുത്ത് പഠിക്കുമ്പോൾ യേശു പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. He never had any formal education. കാരണം യേശു ഒരിക്കൽ സുവിശേഷം പ്രസംഗിക്കുന്ന കൂട്ടത്തില് Once while he was gospel addressing, അല്പ ശാസ്ത്രം പറയുവാൻ ഇടയായി തീർന്നു. he used to say some signs. യേശു ശാസ്ത്രം പറയുന്നത് കേട്ടിട്ട് പരീശന്മാർ ചോദിക്കുകയാണ് ചെയ്യുന്നത്, And the Pharisees were astounded when they heard his signs. വിദ്യാഭ്യാസം ചെയ്യാത്ത അവനങ്ങനെ ശാസ്ത്രം പറയുന്നുവെന്ന് This ചോദിക്കുന്നു. person without much education, how can he say these things? അയാൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വിദ്യാഭ്യാസം പോലും ചെയ്തിട്ടില്ല. He did not have formal education. അത്ര ദരിദ്രമായ പശ്ചാത്തലത്തിൽ അവൻ He ജീവിച്ചത്. had a poor background. അവന്റെ ജീവിതത്തിൽ പിൽക്കാലത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ But when you come to the latter times, ആരുടെയോ കഴുതപ്പുറത്ത് അവൻ സഞ്ചരിച്ചു. so on someone else's ass's back he traveled. ശീമോന്റെ പടകിൽ അവൻ സഞ്ചരിച്ചു. He traveled on the Simon's boat. മറിയുടെ വീട്ടിൽ അവൻ അന്ത്യത്യാഴം കഴിച്ചു. And he had his last supper in the house of Mary. ജോസഫിന്റെ കല്ലറയിൽ അവനെ അടക്കം He ചെയ്തു. was buried in the tomb of Joseph. നിക്കോദെമോസ് അവന്റെ കല്ലറയിൽ സുഗന്ധവർഗ്ഗമിട്ടു. And Nicodemus put perfumes in his court. ഈ ലോകത്തിൽ സ്വന്തമായിട്ടൊന്നുമില്ലാത്തവനായി And he had nothing, no possessions of his own. തികച്ചും ഒരു ദരിദ്രനായി 33 കൊല്ലം കർത്താവ് ഈ ലോകത്തിൽ He lived ജീവിച്ചു. as a poor man for 33.5 years. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സമ്പന്നനായ ക്രിസ്തു The Almighty God who created everything. ഇത്ര ദരിദ്രമായ പശ്ചാത്തലത്തിൽ ലോകത്തിൽ ജീവിച്ചത് എന്തിനെന്നറിയാമോ? Why he came to this poor background? ലോകത്തിൽ ദരിദ്രരായി നമ്മെ സമ്പന്നരാക്കി So that തീർക്കുവാൻ. we who are poor in this world might be made rich. അതാണ് ദൈവം നമ്മോട് കാണിച്ച അവന്റെ കൃപയെന്ന് That പറഞ്ഞിരിക്കുന്നത്. is the grace of God which he showed to us. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ആകയാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കൃപയുള്ളവനാകുന്നു തിരുവെടുത്ത് പറയുന്നു. The scripture says he is full of grace. അത് മാത്രമല്ല, Not only this, ഫിലിപ്പി ലേഖനം 2-6 വാക്യത്തിലേക്ക് വരുമ്പോൾ in Philippians 2:6, അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ even though he was in the image of God, ദൈവത്തോടുള്ള സ്വരൂപവും സാദൃശ്യവും മാറ്റിവെച്ചിട്ട് he forsook the image and likeness of God. ഹീനനായ മനുഷ്യന്റെ വേഷം അവൻ എടുത്തു. And he took the form of we human beings. ഇതാണ് ശരീരത്തിൽ അവൻ ഈ ലോകത്തിൽ 33 വർഷം ജീവിച്ചു. And he came into this body. അതാണ് നമ്മുടെ
നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മോട് കാണിച്ച കൃപ. This is the grace which he showed to us. എഫെസ്യ ലേഖനം 2:5 വരുമ്പോൾ In Ephesians 2:5 when we read, അവൻ നമ്മോട് കാണിച്ച കൃപയാലാണ് നാം we are രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. saved by the grace which he showed to us. കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ അല്ല ഈ രക്ഷയെ നമുക്ക് ലഭിച്ചത്. We have not obtained this salvation by our capabilities. നമ്മുടെ കർത്താവ് നമ്മോട് കാണിച്ച ഈ കൃപയാണ് നമ്മുടെ രക്ഷയ്ക്ക് It is കാരണമായി the grace തീർന്നത്. that he showed upon us. റോമാലേഖനം 3:24 വരുമ്പോൾ Romans 3:24. ഈ കൃപയാണ് നമ്മെ നീതീകരിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നു. This is the grace which is justifying us. മാത്രമല്ല Not only this, റോമാലേഖനം 5:2 വരുമ്പോൾ Romans 5:2. ഇന്നുവരെയും ഈ വിശ്വാസ മാർഗത്തിൽ നമ്മെ നിലനിർത്തിയിരിക്കുന്നത് And till now we have in this faith life നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മോട് കാണിച്ച കൃപ by the മാത്രമാകുന്നു. grace which our Lord has bestowed upon us. അത് മാത്രമല്ല Not only this, ഭാവിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോഴും സന്തോഷിക്കുവാനിടയുണ്ട്. we have hope concerning the future. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ ഈ ലോകത്തിലേക്ക് മടങ്ങി വരുമ്പോൾ He will come to gather his church. അന്ന് നമ്മിൽ ഒരു പുതിയ കൃപ A വെളിപ്പെടുവാനിടയായി new grace will be manifested in us. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, That's why St. Peter is saying, അവന്റെ പ്രത്യക്ഷതയിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള കൃപയിൽ നിങ്ങൾ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. so that you might be full of hope by the manifested grace which will be അവന്റെ revealed. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, By his grace we are saved. അവന്റെ കൃപയാൽ നമ്മൾ By നീതീകരിക്കപ്പെട്ടു, his grace we are justified. അവന്റെ കൃപയാൽ നമ്മൾ ഇന്നുവരെയും നിലനിൽക്കുന്നു, By his grace we are preserved until this day. അവന്റെ വരവിൽ അവന്റെ കൃപ വീണ്ടും ഇനി നമ്മൾ And at his വെളിപ്പെടുത്തുവാനിടയായി coming we will be raptured by his grace. ആകയാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കൃപയുള്ളവനാകുന്നു. Therefore our Lord is full of grace. യേശുക്രിസ്തു കൃപയുള്ളവനാകുന്നുവെന്ന് He പറയുമ്പോൾ is gracious. മറുഭാഗത്തവൻ നീതിയുള്ളവനുമാണ്. He is also righteous. യേശുക്രിസ്തു നീതിയും കൃപയുമുള്ളവനെന്ന് പറയുമ്പോൾ വളരെ ചിന്തിക്കേണ്ട അർത്ഥമുണ്ട്. We have to think that he is gracious and righteous, കാര്യം നീതിയും കൃപയിൽ ഒരിക്കലും ചേരത്തില്ല. because righteous and grace will not mix with each other. നീതി പുലരേണ്ടിടത്ത് കൃപ കാണിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. Because where righteousness had to be showed, we cannot show mercy. കൃപ കാണിക്കുന്നിടത്ത് നീതി നിലനിർത്തുവാൻ സാധിക്കത്തില്ല. Because where we are showing grace, we cannot maintain the righteousness. ദൈവത്തിന് നീതി സ്ഥാപിച്ചേ പറ്റുമെങ്കിൽ കൃപ അവിടെ കാണിക്കാൻ സാധിക്കും. Because God has to show his grace, the righteousness has to be showed. കൃപ കാണിക്കണമെന്ന് വെച്ചാൽ നീതി നിലനിർത്തുവാൻ സാധിക്കത്തുമില്ല. Because if grace has to be showed, we cannot maintain that righteousness. പക്ഷെ നമ്മുടെ കർത്താവിൽ ഇത് രണ്ടും സമ്മേളിച്ചിരിക്കുകയാണ്. But in our Christ, everything is mixed together. അവനിൽ കൃപയുമുണ്ട്, അവനിൽ He നീതിയുമുണ്ട്. is full of grace and full of righteousness. ഇപ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കൃപ നിറഞ്ഞവനായി കാണപ്പെടുന്നു. Now he is as a gracious God. അവൻ കൃപാസനത്തിലിരിക്കുകയാണ് He is ചെയ്യുന്നത്. upon his throne of mercy. ഇപ്പോൾ നമ്മുടെ ജീവിതം ദൈവ കൃപയിലാകുന്നത് കാണുവാൻ Now our സാധിക്കുന്നു. life is built upon the grace of God. ദൈവ കൃപയിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ Now as we say that we are living in the ഈ grace, താമ്ര പർവ്വതങ്ങളുടെ ഇടയിൽ നമ്മൾ സുരക്ഷിതരായിരിക്കുക we are preserved in between those mountains of brass. ആവർത്തന പുസ്തകം 33:12 വരുമ്പോൾ In Deuteronomy chapter 33 verse 12 when we see, അവിടെ മോശ ബെന്യാമീനെ കുറിച്ച് അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹം കാണുവാൻ and Moses സാധിക്കുന്നു. is blessing the tribe of Benjamin. അവിടെ മോശ ബെന്യാമീനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു, What does Moses say concerning Benjamin? അവൻ യഹോവയ്ക്ക് പ്രിയൻ, He is the beloved of the Lord. അവൻ തൽസന്നിധിയിൽ നിർഭയം വസിക്കുന്നു. He will dwell safely. ഞാൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു. I will cover him all day long. അവന്റെ ഗിരികളുടെ മധ്യേ അവൻ വസിക്കുന്നുവെന്ന് He shall പറഞ്ഞു. dwell between his shoulders. ദൈവത്തിന്റെ ഗിരികളുടെ മധ്യേ വസിക്കുന്നവന്റെ He shall അവസ്ഥ, dwell in between the judgments of God. ദൈവം അവനെ മറച്ചുകൊള്ളും. God will cover him. അവൻ നിർഭയം വസിക്കുവാൻ He will dwell in safety. അവൻ ദൈവത്തിന് പ്രിയനായിരിക്കും. He is the beloved of God. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Oh people of God listening to me, നമുക്ക് ആ താമ്ര പർവ്വതങ്ങളുടെ ഇടയിലേക്ക് ചെല്ലാം. shall we come to that midst of those mountains of ആ brass, to ഗിരികളുടെ ഇടയിൽ നമുക്ക് വസിക്കാം. that midst of the mountains? അവന്റെ കൃപയിൽ നമുക്ക് മറഞ്ഞിരിക്കുന്നവരായി Shall we തീരാം. hide in that grace? സന്നിധിയിൽ നമുക്ക് നിർഭയം വസിക്കാം. Shall we dwell safely in his presence? നമ്മുടെ കർത്താവ് കൃപയുള്ളവനാകുന്നു. He is full of grace. ഇപ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കൃപാസനത്തിലിരിക്കുക. Now he is upon his throne of grace. താമസം വിനാ അവൻ ന്യായാസനത്തിലേക്ക് Very soon ഇരിക്കാൻ he will be ഇടയായി. upon his judgment seat. ഇപ്പോൾ നമ്മുടെ കർത്താവ് കൃപയുള്ളവൻ. Now he is gracious. അവൻ ന്യായാസനത്തിലിരിക്കുമ്പോൾ Now when he will sit upon his judgment seat, നമ്മുടെ കർത്താവ് നീതിയുള്ളവനായിരിക്കും. he will be a righteous God. അവിടെ നമുക്ക് കൃപ കണ്ടെത്താൻ There കഴിഞ്ഞെന്നിരിക്കും. we cannot find grace. എന്താണ് നമ്മുടെ വ്യത്യാസമെന്ന് ചോദിച്ചാൽ, What is the difference between these two? ഇപ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു Now our Lord Jesus എനിക്കും Christ, നിങ്ങൾക്കും വേണ്ടി for you and me, പിതാവിന്റെ സന്നിധിയിൽ in the presence of the Father, ഒരു അഡ്വക്കറ്റായി പക്ഷപാതം ചെയ്യുന്നു. he is pleading as a lawyer.
ഇപ്പോൾ അവൻ ഒരു അഡ്വക്കേറ്റ് ആകുന്നു. Now he is an advocate. ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി Now വാദിച്ചുകൊണ്ടിരിക്കുന്നു. he is pleading the case for us. നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുക. He is showing in our weakness, he is showing mercy. വെട്ടിക്കളയട്ടെ എന്ന് പിതാവ് പറയുമ്പോഴും The father is saying, shall I smite? അരുത് കർത്താവേ, ഒരു വർഷവും കൂടെ നോക്കട്ടെ. Oh Lord, tarry one more year. മേലാൽ ഫലം കായ്ച്ചെങ്കിലോ Let it see, he shall bear fruit. എന്ന് പറഞ്ഞ് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. He is interceding for us. ഇപ്പോൾ അവന് നമ്മോട് കരുണ മാത്രമേ ഉള്ളൂ. Now he is only merciful towards us. എന്നാൽ നമ്മുടെ കർത്താവ് ന്യായാസനത്തിലേക്ക് മാറുമ്പോൾ Very soon he will be changed to his grace. അവൻ അവിടെ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കത്തില്ല. He will no more be an advocate. അവൻ ഒരു ചീഫ് ജഡ്ജ് ആയിരിക്കും. He will be a chief judge. ഒരിക്കലൊരിടത്ത് ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. There was a lawyer once upon a ഒരു time. സമർത്ഥനായ അഡ്വക്കേറ്റ്. He was a well-established lawyer. ഏത് ഗുരുതരമായ കുറ്റവും തന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ കുറ്റവാളിയെ സമർത്ഥമായി രക്ഷിച്ചുവിടും. Whatever the horrible the crime be, he will help the criminal to escape. തന്റെ അടുക്കൽ സ്ഥിരം വരുന്ന ഒരു സ്ഥിരം ക്രിമിനൽ ഉണ്ടായിരുന്നു. There was a regular customer. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഓടി ഈ അഡ്വക്കേറ്റ് Whatever be the crime, he will approach this lawyer. ഏത് ഗുരുതരമായ പ്രശ്നമാണെങ്കിലും കോടതിയിൽ സമർത്ഥമായി വാദിച്ച് തന്നെ വിട്ടയക്കുമായിരുന്നു. Because whatever horrible the crime be, he used to plead the case. ഇതുകൊണ്ട് ഈ കുറ്റവാളിക്ക് പാപം ചെയ്യുവാൻ ഒരു പേടിയുമില്ല. Therefore he was not afraid to sin. കാര്യം ഇത്ര സമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് എന്റെ കയ്യിൽ ഇരിക്കുന്നു. Because he had a well-known reputed lawyer with him. സംഭവ ദിവസം ഒരു കൊലപാതകത്തിൽ അവൻ അകപ്പെട്ടു. Once he did a murder. കൊല ചെയ്ത ശേഷം നേരെ പതിവുപോലെ വക്കീലിന്റെ അടുക്കൽ ഓടിയെത്തി. After committing the crime, he approached the lawyer. സാറേ, എന്നെ രക്ഷിക്കണം. Oh sir, help me. ഞാൻ അങ്ങനെ ചെയ്തു പോയി. I did this. അഡ്വക്കേറ്റ് പറഞ്ഞു, ഇല്ല, ഒരിക്കലും എന്നെ കൊണ്ട് He സാധിക്കത്തില്ല. answered, no, I cannot help you. തന്റെ കാലിൽ വീണ കുറ്റവാളി കരഞ്ഞു. He knelt in his presence. സാർ, മേലിൽ ഞാൻ ഇത് ആവർത്തിക്കത്തില്ല. Oh sir, I will not repeat ഈ this. ഒരു പ്രാവശ്യവും കൂടെ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. Please help me once more. പക്ഷെ അദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു. He replied, സഹോദര, കഴിഞ്ഞ ദിവസം എനിക്ക് ഓർഡർ കിട്ടി. I remembered last day. എന്നെ ജഡ്ജിയായി പ്രൊമോഷൻ ചെയ്തിരിക്കുന്നു. I had been promoted as a judge. ഇനി ഞാനൊരു അഡ്വക്കേറ്റ് അല്ല. I'm no more a lawyer. ഇതുവരെ നിനക്ക് വേണ്ടി Till വാദിക്കുന്നവനാണ്. now I used to plead your ഇന്ന് cases. ഞാൻ നിന്നെ വിധിക്കുന്നവനാണ്. Now I am judging you. ആകയാൽ ജഡ്ജി ഇരിക്കുന്നിടം കോടതിയാകുന്നു. Therefore where the judge sits, it is the court. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. I will arrest you. ഇതാണ് അന്ന് സംഭവിക്കാൻ പോകുന്നത്. So this is what is going to happen. ഇപ്പോൾ നമ്മുടെ കർത്താവ് അഡ്വക്കേറ്റ്. Now our Jesus is an ഇപ്പോൾ advocate. നമുക്ക് വേണ്ടി വാദിക്കുന്ന He is കൃപയുള്ളവൻ. pleading for us full of grace. ഇപ്പോൾ കരുണയുള്ളവൻ. He is full of mercy. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. He is interceding for us. താമസം വരെ അവൻ ജഡ്ജായിട്ട് Very മാറ്റപ്പെടും. soon he will be transformed into a അവൻ judge. നീതിയുള്ള ന്യായാധിപതിയായി സിംഹാസനത്തിൽ He ഇരിക്കും. will be a righteous judge on his throne. അവൻ ഈ പ്രപഞ്ചത്തെ ന്യായം വിധിക്കുവാൻ ഇടയായി He തീരും. will judge the universe by righteousness. ആകെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Oh people of God listening to me, നമുക്ക് ബെന്യാമീനെ പോലെ ഓടി പർവ്വതത്തിന്റെ ഇടയിലേക്ക് ചെല്ലാം. like Benjamin, let us go to the midst of those mountains. ആ ഗിരികളുടെ മധ്യേ നമുക്ക് In വസിക്കാം. the midst of the mountains shall we abide. കർത്താവിന്റെ കരുണയിൽ നമുക്ക് മറഞ്ഞിരിക്കുന്നവരായി Shall we തീരാം. hide in his mercy. കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യൻ. Oh Lord, I am a sinner. കർത്താവേ, നിന്റെ കൃപ എന്റെ മേൽ അയക്കണമേ. Oh Lord, send your grace unto me. എന്നെ രക്ഷിക്കണമേ എന്ന് Oh Lord, നിലവിളിച്ചാട്ട് help me, cry out. ദൈവത്തിൽ നിന്ന് സഹായം ദൈവത്തോട് ചോദിച്ചാട്ട്. Shall we ask help from the Lord? ആകയാൽ നമ്മുടെ ദർശനത്തിലേക്ക് നമ്മൾ മടങ്ങി When we വരുമ്പോൾ come to the vision, ഇവിടെ സഖരിയാവ് കാണുന്നത് Zechariah is seeing രണ്ട് താമ്ര പർവ്വതങ്ങളെ two കാണുന്നു. mountains of brass. ഈ താമ്ര പർവ്വതങ്ങൾ ന്യായം വിധിക്കുന്നവനായി നമ്മുടെ ക്രിസ്തുവിനെ It വെളിപ്പെടുത്തുന്നു. is Christ who will come to judge. ന്യായവിധിയിലുള്ള ക്രിസ്തുവിന്റെ നീതിയെ It വെളിപ്പെടുത്തുന്നു. shows the righteousness of the judging Christ. ന്യായം വിധിക്കുന്നവനായി ക്രിസ്തു കരുണയുള്ളവനാകുന്നത് It വെളിപ്പെടുത്തുന്നു. is revealed that he is full of mercy. എന്നാൽ ഈ ദർശനത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് But in പോകുമ്പോൾ the second portion of this, സഖരിയാവ് അടുത്തതായി കാണുന്നത് what does Zechariah view? ഈ പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് 4 രഥങ്ങൾ പുറപ്പെടും. 4 chariots coming in between those mountains. 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് In the നമുക്ക് first 3 കടന്നുപോകാം. verses of the 6th chapter. വായിച്ചാട്ടെ. ഞാൻ വീണ്ടും തലപൊക്കി നോക്കിയപ്പോൾ 2 പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് 4 രഥം പുറപ്പെടുന്നത് കണ്ടു. ആ പർവ്വതങ്ങളോ താമ്ര പർവ്വതങ്ങളായിരുന്നു. ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകളെയും രണ്ടാമത്തെ രഥത്തിന് കറുത്ത കുതിരകളെയും മൂന്നാമത്തെ രഥത്തിന് വെളുത്ത കുതിരകളെയും നാലാമത്തെ രഥത്തിന് പുള്ളിയും കുരാൽ നിറവുമുള്ള കുതിരകളെയും പൂട്ടിയിരുന്നു. സഖരിയാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ As Zechariah was viewing, പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് 4 രഥങ്ങൾ in പുറപ്പെട്ടു. the midst of the mountains there were 4 chariots. ഒന്നാമത്തെ രഥത്തിൽ ചുവന്ന കുതിരയെ The പൂട്ടിയിരിക്കുന്നു. first were red horses. രണ്ടാമത്തെ രഥത്തിൽ കറുത്ത കുതിരയെ In the second പൂട്ടിയിരിക്കുന്നു. chariot black horses were harnessed. മൂന്നാമത്തെ രഥത്തിൽ വെളുത്ത കുതിരയെ In the പൂട്ടിയിരിക്കുന്നു. third chariot white horses were harnessed. അടുത്ത രഥത്തിൽ പുള്ളിയും കുരാൽ നിറവുമുള്ള In കുതിരയെ the fourth പൂട്ടിയിരിക്കുന്നു. chariot
grizzled and bay horses. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് Then the angel to whom I was speaking, യജമാനൻ ഇവ എന്താകുന്നുവെന്ന് സക്കറിയാവ് ചോദിച്ചു. Zechariah was asking, "Oh Lord, what is this?" അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു മറുപടി കിട്ടി. A reply from heaven came. സക്കറിയാവ് 6:5 വാക്യം. In Zechariah chapter 6 verse 5, സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് from the Lord of hosts who in the whole earth, പുറപ്പെടുന്ന 4 കാറ്റുകളാകുന്നു ഇവ. 4 winds that come from the presence of God. ഈ 4 രഥങ്ങൾ എന്തിനെ കാണിക്കുന്നു? What these 4 chariots signify? കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന 4 കാറ്റുകളാകുന്നു ഇവ. 4 winds that come forth from the presence of God. എന്താണ് ഈ കാറ്റുകൾ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? What do these winds signify? കാറ്റുകൾ എന്ന് പറയുമ്പോൾ Why is the meaning winds? അത് ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൂതന്മാരെ വെളിപ്പെടുത്തി They are the messengers of the judgment of God. യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ When we come to Isaiah, 4-ാം അധ്യായം 3-ാം വാക്യത്തില് in the 3rd verse of the 4th chapter, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. what do we read there? യഹോവ ന്യായവിധിയുടെ കാറ്റുകൊണ്ട് By the wind of his judgment, സിയോൻ പുത്രിമാരുടെ മലിനതകളെ he കഴുകിക്കളയും. will cleanse all the dirt of the daughters of Zion. അവിടെ കാറ്റിനെ ന്യായവിധി എന്നാ പറഞ്ഞിരിക്കുന്നത്. The wind is referred to as judgment. ന്യായവിധിയുടെ കാറ്റുകൊണ്ട് സിയോൻ പുത്രിയുടെ മലിനതകളെ കഴുകിക്കളയും. All the uncleanness of the daughter of Zion he will wash away. ആകയാൽ കാറ്റുകൾ ദൈവത്തിന്റെ ന്യായവിധിയെ വെളിപ്പെടുത്തി കാണിക്കും. Therefore wind shows the judgment of God. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം In the book of Jeremiah, 49-ാം അധ്യായം in the 49th verse, 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ the 36th verse, ഏലാമിനെ കുറിച്ചുള്ള പ്രവചനം കാണുവാൻ a സാധിക്കും. prophecy concerning Elam. ഏലാമിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. What is it mentioned concerning Elam? ഞാൻ ഏലാമിന് നേരെ Against Elam, ആകാശത്തിന്റെ 4 ദിക്കിൽ നിന്നും from the 4 winds of the earth, 4 കാറ്റുകൾ വരുത്തും. I will draw 4 winds, ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ഞാൻ ചിതറിച്ച് കളയുമെന്ന് and I പറഞ്ഞിരിക്കുന്നു. will disperse him by these 4 winds. ഏലാമിന് നേരെ വരുന്ന ന്യായവിധിയെ കുറിച്ചായി പറയുന്നത്. Against Elam the judgment is coming. ഈ 4 കാറ്റുകളിലേക്ക് അവരെ ചിതറിച്ച് കളയും. He will be dispersed towards these 4 winds. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം In the book of Daniel, 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ in the 2nd verse of the 7th chapter, എതിർക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. concerning the Antichrist reign, തമ്പുരാൻ എതിർക്രിസ്തുവിനാൽ ഈ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുകയാണ്. and God is going to judge this world by the Antichrist. അവന്റെ പ്രത്യക്ഷത ദാനിയേൽ കാണുമ്പോൾ And as Daniel is viewing the vision, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. it's mentioned so, ആകാശത്തിന്റെ 4 കാറ്റും the 4 winds of heaven മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് കണ്ടു. strove upon the great sea. അപ്പോൾ മഹാസമുദ്രത്തിൽ നിന്നൊരു മഹാമൃഗം കയറി വന്നു. Then a great beast out of the great sea. അതിൽ ഈ കാറ്റുകൾ ദൈവത്തിന്റെ ന്യായവിധിയെ വെളിപ്പെടുത്തി And this wind shows the judgment of God. 104-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In the 4th verse of the 104th Psalm, അവർ കാറ്റുകളെ തന്റെ ദൂതന്മാരും he maketh his angel spirits അഗ്നിജ്വാലകളെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കിയിരിക്കുന്നു. and his ministers a flaming fire. ആകെ ഈ 4 രഥങ്ങൾ 4 കാറ്റുകളാണ്. Therefore these 4 chariots are 4 winds. ദൈവത്തിന്റെ ന്യായവിധിയുടെ 4 കാറ്റുകൾ. 4 winds of the judgment of God. ഇവ ഭൂതലത്തിൽ നാനാഭാഗത്തേക്കും They are സഞ്ചരിക്കുകയാണ്. dispersed to the 4 parts of the earth. ദൈവത്തിന്റെ ന്യായവിധി ലോകത്തിലേക്ക് വരാൻ പോകുകയാണ് ചെയ്യുന്നത്. The God's judgment is going to come into this world. എവിടേക്കായി ന്യായവിധി വരാൻ പോകുന്നത്? Where will this judgment come? സക്കറിയാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ As Zechariah is viewing, 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ in the 2nd verse of the 6th chapter, ചുവന്ന കുതിരയെ പൂട്ടിയിരിക്കുന്ന രഥത്തെ കണ്ടു. he saw the chariot in which the red horses were ഈ harnessed. ചുവന്ന കുതിരയെ പൂട്ടിയിരിക്കുന്ന രഥം എന്ന് പറയുമ്പോൾ This chariot, അല്പം വിശാലമായി ചിന്തിക്കാറുണ്ട്. we have to think it in deep. ഈ രഥത്തിനൊരു പ്രത്യേകതയുണ്ട്. There is a significance in this chariot. കറുത്ത രഥം വടക്കേ ദേശത്തേക്ക് പോകുന്നു. The black harnessed chariot are going to the north country. വെള്ള അതിന്റെ പിന്നാലെ പോകുന്നു. The white is following the same. പുള്ളിയുള്ളവ തെക്കോട്ട് പോകുന്നു. And the grizzled towards the south. കുരാൻ നിറമുള്ളത് ഭൂമിയിലൊക്കെ ഊടാടി The സഞ്ചരിക്കും. bay is running to and forth. പക്ഷെ ചുവന്ന കുതിര എങ്ങോട്ടും പോകുന്നു. But the red horse is not going anywhere. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. He is stationed there. അതിന്റെ കാരണം എന്തെന്നറിയാമോ? The reason for it. ചുവന്ന കുതിരയാണ് ഈ ന്യായവിധിക്ക് നേതൃത്വം So കൊടുക്കുന്നത്. he is the commander of the judgment. അപ്പോൾ ഈ ചുവന്ന കുതിര ആരാണ്? Who is this red horse? ആ കുതിരപ്പുറത്തിരിക്കുന്ന തേര് തെളിക്കുന്നത് ആരാണ്? Who is the charioteer? ഇത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ If you have to know it significantly, സക്കറിയാവിന്റെ 1-ാമത്തെ ദർശനത്തിലേക്ക് പോകണം. when we come to the first vision of Zechariah, സക്കറിയ പ്രവാചകന്റെ പുസ്തകം in the book of Zechariah, 1-ാമത്തെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ in the 8th verse of the 1st chapter, സക്കറിയാവിന്റെ 1-ാമത്തെ ദർശനത്തിൽ he is seeing the first vision. അവൻ ഇപ്രകാരം ഒരു കാഴ്ച കണ്ടു. He saw a vision. രാത്രിയിൽ In night, വായിച്ചാട്ട് 1-ാമത്തെ 8-ാം വാക്യം വായിച്ചു. ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. I saw a man riding upon a red horse by night. അതിന്റെ പിൻപുറത്ത് Behind him, ചുവപ്പ് നിറവും
red കുരാൽ നിറവും and myrtle, വെണ്മയുള്ളതുമായ കുതിരകൾ ഉണ്ടായിരുന്നു. and red horses and speckled and white horses were there. യജമാനൻ ഇവ ആരാകുന്നുവെന്ന് O ചോദിച്ചു. Lord, who are these? ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കേണ്ടതിന് Because to run to and forth throughout the whole earth. യഹോവ അയച്ചിരിക്കുന്ന ദൂതന്മാരാ. They are the messengers of God. ഈ ചുവന്ന കുതിരയ്ക്ക് പുറകിലുള്ള കുതിരകള് The horses behind this red horse, ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് running to and forth through the whole world. താഴ്വരയിലെ കൊഴുന്തുകളുടെ ഇടയിൽ In the valleys, in the multitudes, ഈ ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ വന്ന് പറയുകയാണ് in ചെയ്യുന്നത്. the myrtle trees, in the valleys, towards the man in the red horse, they are saying, സർവ്വഭൂമിയും സ്വസ്ഥമായിരിക്കുന്നു. the whole earth is quiet. ഭൂതലത്തിലൊക്കെ സമാധാനമുണ്ട്. There is peace prevailing everywhere. പക്ഷെ മറ്റൊരു പ്രശ്നം, But another problem, നീ 70 സംവത്സരമായി ക്രുദ്ധിച്ചുകൊണ്ടിരിക്കുന്ന your anger for 70 years. യെരുശലേമിനോട് യഹൂദയോട് കരുണ കാണിക്കാത്തത് എന്താ? Oh Lord, why are you not showing mercy against Jerusalem and Judah? അപ്പോൾ അവൻ ഇപ്രകാരം ഒരു മറുപടി കിട്ടി. Now he's got a reply. ഞാൻ സിയോനും യെരുശലേമിനും വേണ്ടി മഹാതീഷ്ണതയോടെ I എരിയുന്നു. am burning with great jealousy concerning Jerusalem and Judah. ആകയാൽ സിയോനും യെരുശലേമിനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്ന ഒരുത്തനാണ് ചുവന്ന So this കുതിരപ്പുറത്തിരിക്കുന്നത്. one upon the red horse is the one burning with great jealousy for Zion and Jerusalem. അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ This is വെളിപ്പെടുത്തുന്നു. our Lord Jesus Christ. ഈ ദർശനത്തിന്റെ പ്രാരംഭത്തിൽ കാണുന്ന ചുവന്ന രഥം തെളിയിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവാണ്. In the preface of this vision, the red horse, the chariot is our Jesus himself. കാരണം ന്യായവിധിക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. Because he is the commander of the one who will come to judge. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു When വരുമ്പോൾ we come to the gospel account of St. John, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. what do we read? പിതാവായ ദൈവം ആരെയും ന്യായം വിധിക്കുന്നില്ല. God is Father is not judging anyone. ന്യായവിധി മുഴുവനും പുത്രന് കൊടുത്തിരിക്കുന്നു. God, he has handed over the judgment to the Son. മുഴുവൻ ന്യായവിധിയും പുത്രന്റെ All ചുമതലയാണ്. the judgment is in the hand of the Son. ആകയാൽ ഈ ചുവന്ന കുതിരപ്പുറത്ത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു Therefore, upon the red horse is our Lord Jesus Christ. അവൻ ന്യായവിധിക്ക് വേണ്ടി കടന്നു വരികയാണ് He is ചെയ്യുന്നത്. coming for righteousness. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം In the book of Isaiah, 63-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ in chapter 63, verse 1, ന്യായവിധി നടത്തുവാൻ കടന്നു വരുന്ന ക്രിസ്തുവിനെ യെശയ്യാവ് കാണുന്നു. and Isaiah is beholding the Jesus coming to judge. യെശയ്യാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ Isaiah is viewing, അവന്റെ വസ്ത്രം മുഴുവൻ രക്തം and തെറിച്ചിരിക്കുന്നു. his garments were dyed in red, അവന്റെ വസ്ത്രം മുഴുവൻ മുന്തിരിച്ചാറ് തെറിച്ചിരിക്കുന്നു. and the winepress of the wrath was in his garments. ന്യായവിധി നടത്താൻ വരുന്ന ക്രിസ്തുവിനെ നോക്കി അവൻ ചോദിക്കുകയാണ്. And concerning the Jesus who came to judge, he is asking, ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചു ബൊസ്രയിൽ നിന്ന് വരുന്ന ഒരുവനാർ, who is this that cometh from Edom and dyed garments from Basra? വസ്ത്രാലങ്കൃതത്തിന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്ന ഒരുവനാർ, And he is glorious in his apparel and traveling in the greatness of his strength. Who is this? നീതി അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലവനുമായ യഹോവ തന്നെ. He is the Lord, righteous, mighty to save. നിന്റെ വസ്ത്രബന്ധെ ചുവന്നിരിക്കുന്നു. Why are your garments red? നിന്റെ വസ്ത്രബന്ധെ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റെ അത് പോലെ ഇരിക്കുന്നു. Why are they like him that treadeth the winepress? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. I have trodden the winepress alone. എന്റെ ക്രോധത്തിൽ ജാതികളെ ഞാൻ ചവിട്ടി മെതിച്ചു In കളഞ്ഞു. mine anger I have treaded the Gentiles. ആകെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ന്യായം വിധിക്കുന്നവൻ. Therefore our Lord Jesus Christ is coming to judge. അവൻ ഈ ചുവന്ന കുതിരപ്പുറത്ത് വരുന്നതിന്റെ കാരണം എന്താണ്? Why is he coming the red horse? ഈ ചുവന്ന കുതിര ദൈവത്തിന്റെ തീഷ്ണതയെ വെളിപ്പെടുത്തി It കാണിക്കും. concerns the zeal of our Lord. ന്യായവിധിയിൽ നമ്മുടെ കർത്താവ് തീഷ്ണതയുള്ളവനാണ്. Our God is zealous concerning righteousness. നമ്മുടെ കർത്താവ് നീതിയുള്ളവനാണ്. He is full of നമ്മുടെ righteousness. കർത്താവ് കരുണയുള്ളവനാണ്. He is merciful. പക്ഷെ ന്യായവിധിയിൽ നമ്മുടെ കർത്താവ് But he തീഷ്ണതയുള്ളവനാണ്. is jealous concerning judgment. ആവർത്തന പുസ്തകം 4-24 വാക്യത്തിലേക്ക് വരുമ്പോൾ Deuteronomy chapter 4 verse 24. അവിടെ ദൈവത്തിന്റെ തീഷ്ണതയെ കുറിച്ച് നമ്മൾ വായിക്കും. Concerning the zeal of our Lord. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. Our God is a consuming fire. അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ. He is a jealous God. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം In Isaiah, 59-ാം in അധ്യായത്തിന്റെ the 59th chapter, 17-ാം വാക്യത്തിലേക്ക് in വരുമ്പോൾ the 17th verse, അവൻ തീഷ്ണത ഒരു മേലങ്കി പോലെ ധരിച്ചിരിക്കുന്നുവെന്ന് പറയും. and his righteousness is as a breastplate. ആകെ നമ്മുടെ കർത്താവ് തീഷ്ണതയുള്ളവൻ. He is a righteous God. എന്താണ് ദൈവത്തിന്റെ തീഷ്ണത എന്ന് What is the പറയുന്നത്? zeal of our God? ദൈവത്തിന് അവന്റെ നാമത്തെ കുറിച്ചൊരു He തീഷ്ണതയുണ്ട്. has a zeal concerning his name. രണ്ട്, ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ചൊരു He തീഷ്ണതയുണ്ട്. has a zeal concerning his people. മൂന്ന്, ദൈവത്തിന് തന്റെ ആലയത്തെ കുറിച്ചൊരു He has a തീഷ്ണതയുണ്ട്. zeal concerning his temple. ദൈവത്തിന്റെ തീഷ്ണത എന്ന് പറയുമ്പോൾ What does the zeal of God signify? അത് ആത്മീകമായൊരു It വൈരാഗ്യമാണ്. is a spiritual jealousy. ദൈവത്തിന് തന്റെ ജനത്തെ കുറിച്ച് ആത്മീകമായൊരു He വൈരാഗ്യമാണ്. has a spiritual zeal concerning his people. അതാണ് ദൈവത്തിന്റെ തീഷ്ണത എന്ന് This പറയുന്നത്. is the zeal of God. ഞാൻ സിയോന് യെരൂശലേമിനും വേണ്ടി മഹാതീഷ്ണതയോടെ I am എരിയുന്നു. burning with great jealousy concerning Jerusalem and Zion. എനിക്കും നിങ്ങൾക്കും വേണ്ടി എരിയുന്നൊരുത്തനുണ്ട്. There is one who is burning for you and for me. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്ക് His സദൃശം. eyes are as a flame of fire. ഒരിക്കൽ കർത്താവ് യേശുക്രിസ്തു Once upon a time our Lord Jesus അവന്റെ Christ, ശിഷ്യന്മാരെ എല്ലാം അടുക്കൽ വിളിച്ചു. His
is calling his disciples to himself. വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, And he replied like this, ശീമോനെ ശീമോനെ, "O Simon, Simon, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റുവാൻ എന്നോട് അനുവാദം ചോദിച്ചു. Satan is trying to sift you as wheat. പക്ഷെ നിന്റെ വിശ്വാസം പോയി പോകുമോ എന്ന് കരുതി ഞാൻ അനുവദിച്ചില്ല. But I have not prevailed that your faith might be lost." കാരണം പത്രോസിനെ കുറിച്ച് ദൈവത്തിനൊരു എരിവുണ്ട്. Because God had a zeal concerning Peter. പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം തയ്യാറല്ല. Because God did not want him to hand over to Satan. സാത്താൻ ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും ഊടാടി സഞ്ചരിച്ചു. And Satan came into the house of Job. ദൈവത്തിന്റെ അരികിൽ വന്ന് പറയുകയാണ് ചെയ്യുന്നത്. And he's coming in the presence of God. വെറുതെയാണോ അവൻ ഭക്തനായിരിക്കുന്നത്? Is he righteous for some not? നീ അവനും Against him, നീ അവന്റെ ഭവനത്തിനും against his house, അവനുള്ള സകലത്തിനും വേലുകെട്ടി സൂക്ഷിച്ചു and against വെച്ചിരിക്കുകയാണ്. everything he has, you have put a fence. അതാണ് ദൈവത്തിന്റെ ജനത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ തീഷ്ണത. This is the zeal concerning the people he has for his people. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, This is why the psalmist is saying, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, "Therefore the one who keepeth Israel does not slumber. അവൻ ഉറങ്ങുന്നില്ല. He is neither sleepeth." ഞാനും നിങ്ങളും ഉറങ്ങിക്കിടക്കുമ്പോൾ When you and I are sleeping, ഉണർന്ന് നമുക്ക് വേണ്ടി ജാഗ്രതയോടെ കാത്തിരിക്കുന്ന ഒരുത്തനുണ്ട്. he is waking for us. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തീഷ്ണതയോടെ എരിയുന്ന ഒരുത്തനുണ്ട്. Who is zealously burning for us. അവൻ നമ്മെ ഓർത്ത് തീഷ്ണതയുള്ളവൻ. He is of great zeal for us. മാത്രവുമല്ല, Not only this, നമ്മുടെ കർത്താവിന്റെ നാമത്തെ കുറിച്ച് അവന് തീഷ്ണതയുണ്ട്. concerning the name he has a zeal. യെശയ്യാവ് 42:8 വരുമ്പോൾ In Isaiah 48:2, അവൻ ഇപ്രകാരം പറയുന്നു, he is saying so, ഞാൻ യഹോവ തന്നെ, "I am Lord himself. എന്റെ മഹത്വം മറ്റൊരുത്തനും I will not give my glory to another, എന്റെ സ്തുതി മറ്റൊരുത്തനും ഞാൻ വിട്ടുകൊടുക്കത്തില്ല." and my praise to someone else. കാരണം ദൈവ അക്കാര്യത്തിൽ വളരെ തീഷ്ണതയുള്ളവനാണ്. He is zealous concerning his name. മാത്രമല്ല, Not only this, 69-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ in the 6th verse of the 69th Psalm, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, what do we read? അവന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് അവനെ The തിന്നുകളയുന്നു. zeal concerning his house has eaten him up. ആകയാൽ എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Oh my dear people of God listening to me, ന്യായം വിധിക്കുന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തു, our Lord Jesus Christ, who will come to judge. അവന് കൃപയുള്ളവൻ, He is gracious, 2 നീതിയുള്ളവൻ, he is righteous, ഇപ്പോൾ അവൻ തീഷ്ണതയുള്ളവനാണ്. and now he is a jealous God. ന്യായവിധിയിൽ He തീഷ്ണതയുള്ളവനാണ്. is jealous concerning അവൻ judgment. ന്യായം വിധിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ When അഗ്നിജ്വാലയായിരിക്കും. he is judging, his eyes are as a flame of fire. അവന്റെ വസ്ത്രം ചുവന്നിരിക്കും. His garments are red. അവന്റെ ക്രോധത്തിൽ അവൻ ജാതികളെ In ചവിട്ടിക്കളയും. his anger he has stirred the അവൻ Gentiles. സിയോൻ യെരൂശലേമിന് വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. Concerning Zion and Jerusalem he is burning with great jealousy. സമയക്കുറവുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് Because of പോകട്ടെ. lack of time. രണ്ടാമത് നോക്കുമ്പോൾ When he is viewing the second time, ഇത് ഒരു കറുത്ത കുതിരയെ there is a കാണുകയാണ്. black horse. ഈ കറുത്ത കുതിര എന്തിനെ What കാണിക്കുന്നു? does this black horse signify? ദൈവിക ന്യായവിധിയുടെ ചിത്രമാണ് We വെളിപ്പെടുത്തുന്നത്. can see an illustration concerning the judgment of God. ഈ കറുത്ത കുതിര പാഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ When we see that the black horse is also proceeding, ഇത് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ക്ഷാമത്തെ it is വെളിപ്പെടുത്തുന്നു. a famine that will going to take place in this world. ലോകത്ത് ഭയങ്കരമായ ക്ഷാമം സംഭവിക്കാൻ A പോകും. mighty famine will come in this world. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ കടന്നു When വരുമ്പോൾ we come to the word of God, സംഭവിക്കാൻ പോകുന്ന അനേക ക്ഷാമങ്ങളെ കുറിച്ച് so പറയുന്നു. many famines that is ought to come. ഏറ്റവും വലിയ ക്ഷാമം വെള്ളത്തിനാ സംഭവിക്കാൻ First of പോകുന്നത്. all, the water, drought of water. ഇരമ്യാവ് അത് വ്യക്തമായി പ്രവചിച്ചിട്ടുണ്ട്. Jeremiah is prophesying concerning it. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ In Jeremiah chapter 14, അവിടെ വരൾച്ചയെ കുറിച്ച് he പ്രവചിച്ചിരിക്കുന്നു. is prophesying concerning drought. വരൾച്ചയെ കുറിച്ചുള്ള പ്രവചനത്തിൽ ഇരമ്യാവ് പറയുന്നത്, Concerning drought, what does Jeremiah say? അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, In the 3rd verse, അവരുടെ കുലീനന്മാർ and the noble ones among them, അടിയാരെ വെള്ളത്തിന് അയക്കുന്നു. and they are sending their little ones to the waters, അവർ കുളങ്ങളുടെ അരിക്കൽ ചെന്നിട്ട് and they are coming to the pits, വെള്ളം കാണാതെ വെറും പാത്രങ്ങളോടെ മടങ്ങി and having വരുന്നു. found no water, they are returning empty. അവർ ലജ്ജിച്ച് വിഷണ്ണരായി തലമൂടുന്നു. They are ashamed and confounded, and they are covering their heads. ദേശത്ത് മഴയില്ലായാൽ നിലം ഉണങ്ങി വരണ്ടിരിക്കുന്നു. And because there is no rain in the earth, the ground is dried. ഉഴവുകാർ ലജ്ജിച്ച് തലമൂടുന്നു. The plowmen are ashamed, മാൻപേട വയലിൽ പ്രസവിച്ചിട്ട് പുല്ലില്ലായാൽ കുട്ടിയെ ഉപേക്ഷിക്കുന്നു. and the hind as it has calved, and because there is no grass, it is forsaking its child. ഭയങ്കരമായ വരൾച്ച വരാൻ Oh, പോകുകയാണ്. such a drought. കുടിവെള്ളത്തിന് മനുഷ്യർ തമ്മിലടിക്കാൻ And പോകുകയാണ്. now people are going to strive for drinking water. ദൈവത്തിന്റെ ന്യായവിധിയുടെ കറുത്ത കുതിരകൾ This is the black horse concerning the judgment of God. സാമ്പത്തികമായ ക്ഷാമം, There is an economic breakdown, തൊഴിലില്ലായ്മ unemployment, വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. and it is prevailing. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു When we come to വിട്ടുകൊണ്ടിരിക്കുക. the countries of the Middle East, പ്രവാചകനെ സക്കരിയാവ് പ്രവചിച്ചിട്ടുണ്ട്. what Zechariah has prophesied 8-ന്റെ 10-ാം വാക്യത്തില്, in the 8th chapter 8 verse ഈ 10, കാലത്തിന് മുമ്പേ before the time മനുഷ്യർക്ക് കൂലിയില്ല, there is no wages for the people, മൃഗങ്ങൾക്കും കൂലി no ഉണ്ടായിരിക്കും, wages for the animals, കഠിനമായ തൊഴിലില്ലായ്മ, a huge unemployment, സാമ്പത്തിക പ്രതിസന്ധി, economic breakdown, ഭക്ഷ്യക്ഷാമം, and for lack of food. ശുദ്ധ
ശുദ്ധജലക്ഷാമം and lack of drinking water. ഇതൊക്കെ ലോകത്ത് സംഭവിക്കും. All these are going to take place in this earth. അതാണ് സക്കറിയാവ് കാണുന്നത്. This is what Zechariah is viewing. ഇതാ കറുത്ത കുതിരകൾ പ്രയാണം ചെയ്ത് And the കഴിഞ്ഞിരിക്കുന്നു. black horses are going. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോഴേ When we come to the next portion, മൂന്നാമത് സക്കറിയാവ് കാണുന്നത് what is thirdly ഒരു Zechariah view? വെള്ളക്കുതിര കടന്നു പോകുന്നു. There is a white horse. ഈ വെള്ള എന്തിനെ What കാണിക്കുന്നു? does this white signify? ഈ വെള്ളക്കുതിരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. There is a speciality concerning this white. അത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ന്യായവിധി നടത്താനായിട്ട് It പോവുകയല്ല. is not going to judge some nation. അത് കറുത്ത കുതിരയുടെ പിന്നാലെ പോകുന്നു എന്ന് മാത്രമേ It is ഉള്ളൂ. only going behind the black horse. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം What does it mean? ആ ന്യായവിധിയുള്ള ദൈവത്തിന്റെ നീതി അത് വെളിപ്പെടുത്തി And there is കാണിക്കുന്നു. also the righteous hand of the judging ആ God. വെള്ളക്കുതിര ദൈവത്തിന്റെ നീതിയെ It വെളിപ്പെടുത്തുന്നു. shows the righteousness of God. ആ കറുത്ത കുതിര കടന്നു പോകുന്ന ദൈവത്തിന്റെ നീതിയാകുന്നു. And this black horse is going, it is the righteousness of God. അടുത്തത് സക്കറിയാവ് കാണുമ്പോൾ What does Zechariah view? പുള്ളിയും കുരാൽ നിറവുമുള്ള കുതിരകളെ The കാണുന്നു. grizzled and the bay horses. എന്നാണ് ഈ പുള്ളിയും കുരാൽ നിറവുമുള്ള What കുതിരകൾ? do these grizzled and strong horses signify? അത് തെക്കേ ദേശത്തേക്ക് They are പുറപ്പെടുന്നു. going to the south country ഭൂതലത്തിലാകമാനം ചുറ്റി സഞ്ചരിക്കുന്നു. and they are running to and fro throughout the whole earth. അത് ഭൂമിയിലാകമാനം സംഭവിക്കുവാൻ പോകുന്നതായ And in all the earth ഭയങ്കരമായ പകർച്ചവ്യാധികളെ കാണിക്കുന്നു. and epidemic diseases മഹാവ്യാധികളെ കാണിക്കുന്നു. and great plagues മഹാമാരികളെ കാണിക്കുന്നു. and the terrible plagues, ഭയങ്കരമായ രോഗങ്ങൾ കടന്നു വരാൻ great പോകുകയാണ്. ailments that is going to come. ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്കിതൊക്കെ അറിയാം. In the modern world we are living, we know ദൈവത്തിന്റെ ന്യായവിധി ലോകത്തിലേക്ക് God's പുറപ്പെട്ടു. judgment has already proceeded in this world. ആറാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ In chapter 6 verse 6, സക്കറിയാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ as Zechariah is viewing, കറുത്ത കുതിരകൾ വടക്കേ ദേശത്തേക്ക് the പോകും. black horses went to the north country. 6-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാട്ടെ. കറുത്ത കുതിരകളുള്ളത് വടക്കേ ദേശത്തിലേക്ക് പുറപ്പെട്ടു, വെളുത്തവ അവയുടെ പിന്നാലെ പുറപ്പെട്ടു. കറുത്തവ വടക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു. Black horses went to the north country. ഏതാണ് ഈ വടക്കേ ദേശം എന്ന് What is this പറയുന്നത്? north country? വടക്കേ ദേശം എന്ന് പറയുമ്പോൾ North signifies, ഒന്നാമത് ബാബിലോണിനെ വെളിപ്പെടുത്തി first it കാണിക്കുന്നു. signifies Babylon. വേദപുസ്തകത്തില് In the Bible, റഷ്യയും വടക്കേ ദേശം എന്ന് Russia പറഞ്ഞിട്ടുണ്ടെങ്കിലും is also mentioned concerning the north country. സക്കറിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വടക്കേ ദേശം ബാബിലോൺ തന്നെയാണ്. In Zechariah, the north country is Babylon. ബാബിലോണ് സംഭവിക്കാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധി. What is judgment of God upon Babylon? അതാണ് സക്കറിയാവ് കാണുന്ന വടക്കേ ദേശത്തേക്ക് പുറപ്പെടുന്ന കറുത്ത കുതിര. This is the north country which Zechariah is viewing. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, Naturally, a question will rise. എവിടെയാണ് ഈ ബാബിലോൺ എന്ന് പറയുന്ന Where is രാജ്യം? this Babylon? ഒരു യാഥാർത്ഥ്യം പറയാം, I am telling you a truth. അക്ഷരികമായ ബാബിലോൺ ഇന്ന് ഇല്ല. Little Babylon is no more. ഒരു കാലത്ത് അക്ഷരികമായ ബാബിലോൺ ഉണ്ടായിരുന്നു. Once there was a little Babylon. ദൈവത്തിന്റെ ന്യായവിധിയിൽ അത് തകർന്നു പോയി. In the judgment of God, it has been shaken. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം In the book of Isaiah, 13-ാം അധ്യായത്തിന്റെ in the 13th chapter, 19 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ from the verse 19 onwards, ബാബിലോണിന് സംഭവിക്കുന്ന ന്യായവിധിയെ കുറിച്ചോടെ concerning the പറഞ്ഞിട്ടുണ്ട്. judgments of Babylon രാജ്യങ്ങളുടെ മഹത്വവും and is the excellency of the nations കൽദയരുടെ പ്രശംസയുമായിരുന്ന and the pride of the Chaldeans അലങ്കാരവുമായിരുന്ന and their adornment, ബാബിലോണിനെ the Babylon. ദൈവം സോദോമിനെയും ഗോമോരയും മറിച്ചു കളഞ്ഞതുപോലെ മറിച്ചു God കളഞ്ഞു. has overthrown it as he overthrew Sodom and Gomorrah. അതിൽ ഒരു കാലത്തും Never കുടിവാർപ്പുണ്ടായിരിക്കത്തില്ല. it shall be inhabited. തലമുറയോളം മനുഷ്യവാസം No ഉണ്ടായിരിക്കത്തില്ല. human habitation from generation to generation. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കത്തില്ല. No Arabian shall pitch his tent, ഇടയന്മാർ അവിടെ ആടുകളെ and കിടത്തത്തില്ല. the shepherds not make their fold there. മരുമൃഗങ്ങൾ അവിടെ പാർക്കും. The wild beasts shall dwell there. കുറുനരികൾക്ക് അത് It വാസമായിരിക്കും. shall be house for the foxes, ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. and doleful creatures shall dance there. മൂങ്ങകൾ അവിടെ The താമസിക്കും. owls shall dwell there. അത് നിത്യശൂന്യമായി കാണപ്പെടും. It shall be a desolate place. തമ്പുരാൻ ബാബിലോണിനെ ശപിച്ചിട്ടുണ്ട്. And God has cursed സോദോം Babylon. ഗോമോറ ഒരു കാലത്ത് പ്രഗത്ഭമായ പട്ടണമായിരുന്നു. Sodom and Gomorrah was once mighty nations. ദൈവത്തിന്റെ ന്യായവിധിയിൽ അത് In the ചാവുകടലായി പോയി. judgment of God, it became the Dead Sea. അതുപോലെ ബാബിലോൺ ഒരു കാലത്ത് ശക്തമായ സാമ്രാജ്യമായിരുന്നു. Babylon also was a mighty nation. ദൈവത്തിന്റെ ശാപത്താൽ അത് തകർക്കപ്പെട്ടു. By the curse of God, it has been destroyed. ഇന്ന് അക്ഷരികമായ ബാബിലോൺ ഇല്ല. Little Babylon is unexistent. ഇരമ്യ 50:39 In Jeremiah 50 verse 31, അവിടെ അക്ഷരിക ബാബിലോണിന്റെ നാശത്തെ കുറിച്ച് പറയുന്നു. concerning the ruin of the natural Babylon, അതിൽ ഒരു കാലത്തും കുടിവാർപ്പുണ്ടാകയില്ല. no more human habitation will take place there. സോദോം ഗോമോറയ്ക്ക് സംഭവിച്ചതുപോലെ അതിന് സംഭവിക്കും. Just as it happened for Sodom and Gomorrah, it will happen for the ഒരു മനുഷ്യനും അതിൽ പാർക്കത്തില്ല. no human being shall dwell there. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, Naturally we will ask, എങ്കിൽ ഇവിടെ പറയുന്ന ബാബിലോൺ ഏതാണ്? what is this Babylon mentioned here? ഇവിടെ തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ In the scriptures when we study, ഈ ബാബിലോൺ എന്ന് പറയുന്ന ഒരു ശക്തിയാണെന്ന് this Babylon is a മനസ്സിലാക്കാൻ power.
തിരുവെഴുത്തിൽ ഈ ബാബിലോണിന് In the scriptures concerning Babylon, മറ്റൊരു പേര് കൂടെ പറഞ്ഞിട്ടുണ്ട്. another name is given. സീനാർ ദേശം എന്നാ It is the പറഞ്ഞിരിക്കുന്നത്. land of Shinar. സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, Naturally a doubt will rise. എന്തുകൊണ്ട് ദൈവം ബാബിലോണിനെ ന്യായം വിധിക്കുന്നു? Why is God judging Babylon? ദൈവത്തിന്റെ കറുത്ത കുതിരകൾ ബാബിലോണിലേക്ക് എന്തുകൊണ്ട് ഓടുന്നു? Why the black horse of God proceeding towards Babylon? അതിന് വ്യക്തമായ കാരണമുണ്ട്. There is a definite reason. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ If you have to understand it, സക്കറിയ പ്രവാചകന്റെ പുസ്തകം in the book of Zechariah, 5-ാം അധ്യായത്തിന്റെ in the 5th chapter, 5 മുതൽ 11 വരെയുള്ള ഭാഗത്തേക്ക് പോകാം. from verses 5 to verse 11, അവിടെ സക്കറിയാവ് കാണുന്ന 7ാമത്തെ ദർശനം കാണാം. the 7th vision which Zechariah is ആ viewing. 7ാമത്തെ ദർശനത്തില് In the 7th vision, ദൈവം ബാബിലോണിനെ ന്യായം വിധിക്കുന്നതിന്റെ കാരണം when God പറഞ്ഞിട്ടുണ്ട്. is judging Babylon, a reason is mentioned. ബാബിലോണിനെ ന്യായം വിധിക്കുന്നതിന്റെ കാരണം The reason to judge Babylon, യെരുശലേമിലേക്കെന്ന് മാത്രമല്ല, not only for Jerusalem, മുഴു ലോകത്തിലേക്കും അകൃത്യവും ദുഷ്ടതയും കടന്നു വന്നത് ബാബിലോണിൽ നിന്നാണ്. and toward the whole world, the uncleanness and wickedness have proceeded from Babylon. ദൈവ അന്ത്യകാലത്ത് In the last days, ബാബിലോണിൽ നിന്ന് യെരുശലേമിൽ കടന്നു വന്ന അകൃത്യത്തിൽ നിന്ന് അതിനെ വിടുവിക്കും. God will come and deliver Babylon from its uncleanness and from its wickedness. ദൈവ യെരുശലേമിനെ ശുദ്ധീകരിക്കും. God will purify Jerusalem, അതിനുശേഷം ഈ അകൃത്യത്തെ തിരിച്ച് ബാബിലോണിലേക്ക് അയക്കും. and God will remove that uncleanness towards Babylon. അനന്തരം ദൈവം ബാബിലോണിനെ ന്യായം വിധിക്കും. Then God will judge Babylon. അതാണ് 7ാമത്തെ ദർശനത്തിൽ കാണുന്നത്. This is the 7th vision. അവിടെ സക്കറിയാവ് നോക്കിയപ്പോൾ As Zechariah is viewing, പുറപ്പെടുന്ന ഒരു ഏഫ കണ്ടു. and Ephah, it was flying. ഈ ഏഫ എന്താകുന്നു? What is this Ephah? ഇത് സർവ്വദേശത്തുമുള്ള ബാബിലോണിന്റെ അകൃത്യമാകുന്നു. This is the iniquity of Babylon towards the whole earth. അവൻ നോക്കിയപ്പോൾ ഏഫയ്ക്കകത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നു. And inside the Ephah, a woman. ഈ സ്ത്രീ എന്തിനെ കാണിക്കുന്നു? What does this woman signify? അത് ബാബിലോണിന്റെ ദുഷ്ടതയെ വെളിപ്പെടുത്തി It is the കാണിക്കുന്നു. wickedness of Babylon. ബാബിലോണിൽ നിന്നും ഈ അകൃത്യവും ദുഷ്ടത യെരുശലേമിൽ കടന്നു വന്നു. This uncleanness and a wickedness from Babylon, it came to Jerusalem. സക്കറിയാവ് നോക്കിയപ്പോൾ As Zechariah was viewing, വട്ടത്തിലുള്ള ഒരു ഈയപ്പലക ഉണ്ട്. and there was something of lead, ആ ഏഫയെ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. and it was the Ephah was closed. ദൈവത്തിന്റെ കൃപയാലെ അകൃത്യത്തെ മൂടുന്നു. And by the grace of God, the iniquity was covered. പിന്നീട് അവൻ നോക്കിയപ്പോൾ And as he was viewing, 2 സ്ത്രീകൾ പുറത്തേക്ക് വരുന്നു. 2 women came forth. അവർക്ക് 2 ചിറകുകൾ ഉണ്ടായി. They had 2 wings. മലയാളം ബൈബിളില് In the Malayalam Bible, അവർക്ക് പെരിഞ്ഞാറയുടെ ചിറകെന്നാ it is പറഞ്ഞിരിക്കുന്നത്. mentioned they had the wings of a pelican. മൂലഭാഷയിൽ കൊക്കിന്റെ ചിറകുകൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. In the original tongue, the wings of a stork. എബ്രായ ഭാഷയില് In the Hebrew ഈ tongue, കൊക്ക എന്ന പദം വരുന്ന വാക്കിന് കൃപ എന്നും ഒരർത്ഥം കൂടെ ഉണ്ട്. the terminology from the word where crane came, it also has a word for grace. ആകയാൽ ഈ അർത്ഥം ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, When we come for what does this mean? ദൈവം തന്റെ കൃപയാൽ By the grace of God, ബാബിലോണിൽ നിന്ന് യെരുശലേമിൽ കുടിയേറിയ അകൃത്യത്തെയും ദുഷ്ടതയെയും the iniquity and the wickedness that was transferred from Babylon to Jerusalem, ദൈവം അവിടെ നിന്ന് നീക്കി God has removed it from there. ദൈവം യെരുശലേമിനെ ശുദ്ധീകരിച്ച് God has purified Jerusalem. ആ ദുഷ്ടത അകൃത്യത്തെയും ബാബിലോണിലേക്ക് അയക്കുന്നു. The iniquity and wickedness has been transferred to Babylon. സക്കറിയാവ് നോക്കിയപ്പോൾ As Zechariah was viewing, 2 സ്ത്രീകൾ ഈ ഏഫ എടുത്തുകൊണ്ട് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ പോകുന്നു. 2 women carrying this Ephah, they were flying in midst of heaven and earth. അതിനെ എവിടേക്ക് കൊണ്ടുപോകുന്നത് Where are ചോദിച്ചപ്പോൾ they carrying? അതിനെ സീനാർ ദേശത്തേക്ക് They are കൊണ്ടുപോയി carrying to the land of Shinar. അവനൊരു വീട് അവിടെ ഉണ്ടാക്കി അവിടെ തന്നെ പാർപ്പിക്കും. And a house was made and it was made to dwell ഈ there. സീനാർ ദേശം ബാബിലോണാകുന്നു. This land of Shinar is Babylon. ബാബിലോണിൽ നിന്ന് വന്ന ദുഷ്ടതയെ ബാബിലോണിലേക്ക് പറഞ്ഞയക്കും. The wickedness that came from Babylon has been transferred to Babylon. ദൈവം തന്റെ കൃപയാൽ യെരുശലേമിനെ ശുദ്ധീകരിക്കും. By the grace of God, Jerusalem has been purged. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട Oh ദൈവമക്കളേ, dear people of God listening to me, ബാബിലോണിന്റെ ദുഷ്ടത അകൃത്യവും മുഴു ലോകത്തിലും വ്യാപരിച്ചിട്ടുണ്ട്. the wickedness and iniquity of Babylon has been transferred to the whole world. ആകയാൽ ദൈവം തമ്പുരാൻ അതിനെ ന്യായം വിധിക്കും. Therefore God will judge it. എന്താണ് ബാബിലോണിന്റെ ദുഷ്ടതയും അകൃത്യവും? What is the wickedness and iniquity of Babylon? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ To make it understand, വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിലേക്ക് പോകണം. in the chapter 17 and 18 of the book of Revelation, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ in chapter 17 of the book of Revelation, ആത്മീക മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ബാബിലോണിന്റെ അശുദ്ധിയെ കുറിച്ചും in the spiritual wickedness in high places, 18-ാം അധ്യായത്തില് in chapter 18, വാണിജ്യ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ബാബിലോണിന്റെ അശുദ്ധിയെ കുറിച്ചും കാണുവാൻ and സാധിക്കുന്നുണ്ട്. the iniquity of Babylon in the business world. ദൈവം തമ്പുരാൻ ഇതിനെ രണ്ടിലെയും ന്യായം വിധിക്കും. God is going to judge these 2 things. ആത്മീക മണ്ഡലത്തിൽ ബാബിലോണിന്റെ അശുദ്ധി വ്യാപരിക്കുന്നുണ്ട്. The iniquity of Babylon in the spiritual world. ഈ ബാബിലോണിന്റെ അശുദ്ധിക്ക് The iniquity of Babylon. മഹതിയാം ബാബിലോൺ എന്നാണ് തിരുവെടുത്ത് He is പറഞ്ഞിരിക്കുന്നത്. written Babylon the Great. മഹതിയാം ബാബിലോൺ. Babylon the Great. വെളിപ്പാട് പുസ്തകം 14-8 വാക്യത്തിലേക്ക് In വരുമ്പോൾ Revelation chapter 14 verse 8, അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, we read it so. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഉറക്കെ പറയുന്നത് കേട്ടു. An angel cried with a loud voice. തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം
the wine of the wrath of her fornication. സകല മനുഷ്യരെയും കുടിപ്പിക്കുന്ന And every man was made to drink. മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറയും. Babylon the great is fallen. വെളിപ്പാട് 18:4 വരുമ്പോൾ Revelation 18:4. മറ്റൊരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. From heaven he heard another voice. അതിങ്ങനെ വിളിച്ചു പറയുകയാണ് He was ചെയ്യുന്നത്. proclaiming like this. എന്റെ ജനമായുള്ളവരെ, Oh my people, അവളുടെ പാപങ്ങളിൽ be കൂട്ടാളികളാകാതെയും not partakers of her sins. അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും Receive not of her plagues. ഇരിക്കുവാൻ അവളെ വിട്ട് പോരുവാൻ പറഞ്ഞിരിക്കുന്നു. Come out of her. ആകയാൽ തമ്പുരാൻ ബാബിലോണിനെ ന്യായം വിധിക്കും. Therefore our Lord will judge Babylon. സ്വാഭാവികമായിട്ടും ചോദിക്കും, Naturally we will ask, എന്താണ് ക്രിസ്തീയ ഗോളത്തിൽ കടന്നിരിക്കുന്ന ബാബിലോണിന്റെ what is ശക്തി? this Babylonian powers in the Christian world? അതാണ് മഹതിയാം ബാബിലോൺ. This is Babylon the Great. എന്താണ് മഹതിയാം ബാബിലോൺ? What is Babylon the Great? അത് വീണുപോയ ക്രിസ്തീയ സഭ. This is the fallen Christian church. എന്താണ് വീണുപോയ ക്രിസ്തീയ സഭ? What is the fallen church? പ്രമാണത്തിൽ നിന്ന് വീണുപോയ ക്രിസ്തീയ The സഭ. church fallen from the truth. ദൈവകൃപയിൽ നിന്ന് വീണുപോയ The ക്രിസ്തീയ church സഭ. fallen from grace. അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്ന് വീണുപോയ The ക്രിസ്തീയ church സഭ. fallen from fundamental doctrines. അതാണ് മഹതിയാം ബാബിലോൺ എന്ന് This പറയുന്നത്. is Babylon the Great. എന്താണ് ദൈവത്തിന്റെ സഭയും വീണുപോയ സഭയും തമ്മിലുള്ള What വ്യത്യാസം? is the difference between the church of God and the fallen church? ക്രിസ്തുവിന്റെ സഭ The church of Christ, യേശു ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നു. it is coming to receive Jesus Christ. എന്നാൽ മഹതിയാം ബാബിലോൺ, But this Babylon the Great, കൃപയിൽ നിന്ന് വീണുപോയ ക്രിസ്തീയ വിഭാഗങ്ങൾ, the Christian denominations fallen from grace, പ്രമാണത്തിൽ നിന്ന് വീണുപോയ ക്രിസ്തീയ fallen വിഭാഗങ്ങൾ, from the truth, the basic principles. അവർ എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ വേണ്ടി They are waiting to receive the Antichrist, അവന്റെ മണവാട്ടിയാകാൻ to കാത്തിരിക്കുകയാണ്. be the bride of Antichrist. അകൽ ഇന്ന് രാത്രിക്കാലം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. Therefore, I understand the truth this night. ക്രിസ്തുവിന്റെ മണവാട്ടിയെ തീരുവാൻ ആഗ്രഹിക്കുന്നു, If you do decide to be the bride of Christ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയെ തീരുവാൻ ആഗ്രഹിക്കുന്നു. or the bride of Antichrist, ക്രിസ്തുവിന്റെ മണവാട്ടി സത്യസഭ, the bride of Christ is a true church. എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി മഹതിയാം ബാബിലോൺ. The bride of Antichrist is Babylon. വീണുപോയ ക്രിസ്തീയ സമൂഹങ്ങളിൽ ബാബിലോണിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. The fallen powers, already the powers of Babylon are spreading there. ഏതൊക്കെയാണ് ആ ബാബിലോണിന്റെ ശക്തി? What are the powers of Babylon? പലരും ഞങ്ങളോട് ഇപ്രകാരം ചോദിക്കാറുണ്ട്, And several people ask us like this, പെന്തക്കോസ്തുകാരായ നിങ്ങള് we Pentecostals, ക്രിസ്ത്യാനികളല്ലേ, are we not Christians? എന്നിട്ട് എന്തുകൊണ്ട് യേശുദേവന്റെ തിരുപ്പിറവി നിങ്ങൾ Why ആഘോഷിക്കുന്നില്ല? are you not celebrating the birth of the Lord? ലോകത്തിൽ അനേക ക്രിസ്ത്യാനികളും ക്രിസ്മസ് So ആഘോഷിക്കുമ്പോൾ many Christians, they are celebrating Christmas. പെന്തക്കോസ്തുകാരെ നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്മസ് You ആഘോഷിക്കുന്നു? Pentecostals, why are you not celebrating Christmas? അതിന് വ്യക്തമായ കാരണമുണ്ട്. There is a definite reason. രണ്ട് കാരണങ്ങളുണ്ട്. Two reasons are അതിൽ there. ഒന്നാമത്തെ കാരണം, The first reason, ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തോലിക സഭയുടെ ചരിത്രത്തിലെങ്ങും in the first century, in the history of the church, യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിച്ചതായി കാണുന്നില്ല. never is it mentioned concerning celebration of the birth of Christ. പൗലോസോ പത്രോസോ യോഹന്നാനും അത് ആഘോഷിച്ചിട്ടില്ല. Peter or John or James, they did not celebrate. ഇത് ആഘോഷിക്കാത്തതിന്റെ രണ്ടാമത്തെ കാരണം, The second reason, ലോകത്തിലെ ക്രിസ്തീയ വിഭാഗങ്ങൾ all the denominations in this world, യേശുദേവന്റെ തിരുപ്പിറവി ആഘോഷിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് centuries before they celebrated Christmas, ബാബിലോണുകാർ ഇത് the ആഘോഷിക്കുന്നുണ്ടായിരുന്നു. Babylonians had this festival. ബാബിലോണിന്റെ ദേവനായ സൂര്യദേവന്റെ ജനന ദിവസമാണ് ഡിസംബർ 25. December 25 is the birth of the sun god of Babylon. അതവർക്ക് തിരുപ്പിറവി ദിവസമാണ്. It was a festival for them. ക്രിസ്ത്യാനിത്വം മാർഗത്തിൽ നിന്ന് മതത്തിലേക്ക് മാറിയപ്പോൾ, When Christianity was changed from a way to the religion, ഉപദേശം നഷ്ടപ്പെട്ട് സഭ ദുഷിച്ചപ്പോൾ, when doctrine was lost and the church was defiled, ബാബിലോണിന്റെ ശക്തി ക്രിസ്തീയ സഭാഭുവങ്ങളിലേക്ക് the കടന്നു powers of Babylon penetrated into the church. ബാബിലോണിന്റെ സൂര്യദേവന്റെ ജനനത്തിരുന്നാള്, The sun god, that birth of that sun god, നീതി സൂര്യനെ ക്രിസ്തുവിന്റെ തിരുനാളായിട്ട് ഏറ്റെടുത്ത് ക്രിസ്ത്യാനികൾ ആചരിക്കാൻ and തുടങ്ങി. Christians also started the son of righteousness, we will celebrate at his birthday. അല്ലാതെ ഇതുമായിട്ട് തിരുവെടുത്തുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. Other than that, from the scriptures it has no basis. അകൽ ഈ ആചാരത്തിന്റെ ഉത്ഭവം ബാബിലോണില്ല. This is the origin of this അത് Christmas. മാത്രവുമല്ല, Not only this, തിരുവെടുത്ത് വ്യക്തമായി പഠിച്ചാൽ the scriptures, when we understand, യേശുദേവൻ ഒരിക്കലും ഡിസംബറിലല്ല ജനിച്ചിട്ടുള്ളത്. Jesus was never born on December. മർത്തോമാ സഭയുടെ കാലം ചെയ്തൊരു വലിയ തിരുമേനി ഉണ്ടായിരുന്നു, A great metropolitan of the Marthoma church, യൂഹാന മാർത്തോമ മെത്രാപ്പോലിത്ത. Johannon Marthoma. അദ്ദേഹം തന്റെ ഒരു പുസ്തകത്തിൽ എഴുതി, He wrote in a book വേദപുസ്തക സത്യങ്ങൾ ചരിത്ര വെളിച്ചത്തിൽ. the truths of the Bible in the light of the history. യൂഹാന മാർത്തോമ പുസ്തകത്തിൽ എഴുതിയത്, Johann Marthoma in the book, യേശുദേവൻ ഒരിക്കലും ഒരു ശൈത്യകാലത്തിലല്ല ജനിച്ചത്. Jesus was never born in winter. കാരണം എന്തെന്ന് വെച്ചാൽ, What is the reason? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, In the gospel according to St. Luke, ആ നാട്ടിടയന്മാർ ആടുകൾക്ക് കാവൽ കാത്തുകൊണ്ട് വെളിയിൽ പാർത്തു. the shepherds, they were watching their flock by night. പാലസ്തീനിലെ മഞ്ഞുകാലഘട്ടത്തില് In the winter atmosphere of Palestine, ഒരിക്കലും ഇടയന്മാർ വെളിയിൽ പാർക്കത്തില്ല. never will
will the shepherds be in the night outside? ആടുകളെ വെളിയിൽ പാർപ്പിക്കത്തില്ല. They will never harbor their sheep outside. ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് പോയി They താമസിക്കും. will hide it in some caves. ഇത് സുഗമമായിട്ട് ആടുകളെ വെളിയിൽ പാർപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശു ജനിച്ചത്. Jesus was born when they were mending the flocks by night in the outside. ആകയാൽ എന്റെ ദൈവമക്കളെ വഞ്ചിക്കപ്പെട്ടു പോകരുത്. Oh my dear people of God, do not be deceived. അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകരുത്. Do not be partaker of her sins. അവരുടെ ബാധകളിൽ Do ഓഹരിക്കാരാവാതിരിപ്പാൻ not be partaker of her plagues. അവളെ വിട്ടു പോരുവീൻ. Come out of her. അത് മാത്രമല്ല, Not only this, വീണ്ടും ചോദിക്കാറുണ്ട്, again they ask, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മരിച്ചല്ലോ, our Lord Jesus Christ, he died. മരിച്ചതിന്റെ ഓർമ്മ നിങ്ങൾ എന്തുകൊണ്ട് പുതുക്കുന്നില്ലെന്ന്. Why you do not celebrate the death? പ്രാരംഭമായിട്ട് പറയട്ടെ, First of all, I like to remind, ഈസ്റ്റർ എന്ന വാക്ക് പോലും ക്രിസ്തീയമല്ല. even Easter, the terminology is not ആ Christian. വാക്ക് എവിടെ നിന്ന് വന്നത് ചിന്തിക്കണം. From where did this word originate? ബാബിലോണിയരുടെ ദേവതയായിരുന്നു ഈസ്റ്റർ. The goddess of Babylon, Ishtar. ആ ഇഷ്ടാർ ദേവിയുടെ പുത്രനായിരുന്നു തമ്മൂസ്. That Tammuz was the son of that goddess. തമ്മൂസ് മരിച്ചുപോയി പോലും. That Tammuz died. തമ്മൂസിനെ ഉയർപ്പിക്കാൻ വേണ്ടി To resurrect that died Tammuz, ഇഷ്ടാർ ദേവി പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. Ishtar, that goddess, she descended into the dead. അവിടെ ചെന്നിട്ട് ഇഷ്ടാർ ദേവി ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. And she made the Tammuz to rise out of the അത് grave. ബാബിലോണിയരുടെ വലിയ ഉത്സവമാണ്. It is a great festival of the അതാണ് Babylonians. അവിടെ ഈസ്റ്റർ എന്ന് This പറഞ്ഞിരിക്കുന്നത്. is known as the Easter. പിന്നീട് ക്രിസ്തുമാർഗം ദുഷിച്ചപ്പോൾ When the Christianity was defiled, യേശുദേവനെ ഉയർപ്പിച്ചതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി to remembrance that where Christ was made to അത് rise, ക്രിസ്ത്യാനികൾ ഒരു പെരുന്നാളായിട്ട് ആഘോഷിച്ചു. Christians celebrated as a festival. തിരുവെഴുത്തുമായിട്ട് ഇതിന് യാതൊരു It ബന്ധവുമില്ല. has no connection with the scriptures. ഇതിന്റെ ഉത്ഭവം ബാബിലോണിൽ നിന്നാ. The origin is from Babylon. അതുകൊണ്ടാ തിരുവെഴുത്ത് പറയുന്നത്, That is why in the scriptures അവളെ വിട്ട് പോരാൻ പറഞ്ഞിരിക്കുന്നു. it is mentioned, come out of her. ക്രിസ്തീയ ഗോളത്തിൽ നിൽക്കുന്ന മറ്റൊരു ബാബിലോണിന് ശക്തിയുണ്ട്. Another power of Babylon in the Christian world. മരിച്ചുപോയ മൃതന്മാരുടെ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളൊക്കെ The നമസ്കരിക്കുക. remnants of the people, saints who have died. തിരുവെഴുത്തിലുടനീളം നമ്മൾ പഠിച്ചാൽ All throughout the scriptures when we study, പത്രോസിന്റെയോ പൗലോസിന്റെ തിരുശേഷിപ്പ് ആരും no നമസ്കരിച്ചിട്ടില്ല. one worshipped the remains, mortal remains of Peter or Paul. യോഹന്നാന്റെയും നമസ്കരിച്ചിട്ടില്ല. Neither of St. John. പിന്നെ ഈ ആചാരം എവിടെ നിന്ന് വന്നു? Then how did this culture come? ബാബിലോണിയുടെ ദേവനായിരുന്നു നിമ്രോദ്. The Nimrod was a god of Babylon. നിമ്രോദിന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് ബാബിലോണിയർ ദിവ്യ പദവി കൊടുക്കുന്നുണ്ട്. The remnants of, they used to have some accord to that body. അവരതിനെ വണങ്ങുകയും നമസ്കരിക്കുകയും They used to ചെയ്യുന്നു. bow down and worship that mortal remains. അതിൽ നിന്ന് ക്രിസ്തുമതത്തിലേക്ക് വന്നൊരു ദുരാചാരമാണ് ഈ It തിരുസ്വരൂപ is a വണക്കം. false practice that came to Christianity. ആകെ ഇതിന്റെയൊക്കെ ഉത്ഭവം ബാബിലോണിലാണ്. All the origins are in Babylon. തമ്പുരാൻ ന്യായം വിധിക്കും. Our Lord will judge. എന്റെ ജനമായുള്ളവരെ അവിടെ പാപങ്ങളിൽ ഓഹരിക്കാരായി Oh തീരരുത്. my people, be not partaker of our ഇന്ന് sins. ക്രിസ്തീയ ഗോളത്തിൽ ബാബിലോണിന്റെ ശക്തി In the വ്യാപരിച്ചുകൊണ്ടിരിക്കുക. Christian world, the powers of Babylon are dominating. എന്താണ് ബാബിലോണിന്റെ ശക്തി എന്ന് What പറയുന്നത്? is the power of Babylon? വെളിപ്പാട് പുസ്തകം 17:5 വരുമ്പോൾ In Revelation 17:5, അവളെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, it is mentioned concerning her. മർമ്മം മഹതിയാം ബാബിലോൺ, Mystery, Babylon the Great, അവൾ മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവ്. the mother of harlots and abominations of the earth. എന്താണ് ഈ വീണുപോയ ക്രിസ്തീയ സമൂഹങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? What is this church that has been fallen അവൾ down? മ്ലേച്ഛതകളുടെ മാതാവ്. She is the mother of abominations. ക്രിസ്തീയ ഗോളത്തിൽ കാണുന്ന സകല മ്ലേച്ഛതകളുടെ അമ്മയാണവൾ. All the abominations of the Christian world, Babylon is the mother. അവൾ മാതാവാണെന്ന് പറഞ്ഞിരിക്കുന്നു. It is mentioned she is the mother. എന്നാൽ ക്രിസ്തീയ സഭയെ കുറിച്ച് പറയുമ്പോൾ But concerning the Christian church, ക്രിസ്തുവിന്റെ മണവാട്ടി ഒരിക്കലും മാതാവല്ല. the bride of Christ is never a mother. അവൾ ഒരു നിർമ്മല കന്യകയാണ്. She is a pure virgin. 2 കൊരിന്ത്യർ 11:2 2 Corinthians അവിടെ 11:2, ക്രിസ്തുവിന്റെ സഭയെ കുറിച്ച് പറയുന്നു, concerning the church of ഞാൻ Christ, നിങ്ങളെ ക്രിസ്തുവെന്ന ഏക പുരുഷന് I have espoused unto you a single man. നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. I have espoused you as a bride unto that man. ക്രിസ്തുവിന്റെ മണവാട്ടി നിർമ്മല The കന്യകയാണ്. bride of Christ is a virgin. അവളെ ഒരു നിർമ്മല കന്യകയാക്കി തീർക്കുവാൻ To make her an undefiled virgin. എഫെസ് ലേഖനം 5:20 In വരുമ്പോൾ Ephesians 5:20 when we come, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്തുവെന്ന് അവിടെ what did പറഞ്ഞിട്ടുണ്ട്? our Lord Jesus Christ do? വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കണം. She has been purified by the word, കറ ചുളുക്കമില്ലാതെ without spot or wrinkle or blemish, ശുദ്ധയും നിഷ്കളങ്കയുമായി so that she might be blameless, so ക്രിസ്തുവിന്റെ സഭയെ അവന്റെ മുമ്പാകെ നിർത്തുവാൻ വേണ്ടി that she might be presented before Christ as the bride. ക്രിസ്തു സ്വയം അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. Christ gave himself for her. സ്വന്തം ജീവനെ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു Christ കൊടുത്തു. gave his own life for her. കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ സ്വന്തം ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത് സമ്പാദിച്ചതാ സഭ. Christ gave his own blood on Calvary and purchased the church. വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കപ്പെട്ടതാ She ദൈവത്തിന്റെ has സഭ. been purified by the sprinkling of water. അത് ക്രിസ്തുവിന്റെ മണവാട്ടിയാ. This is the bride of Christ. അത് നിർമ്മല കന്യകയാ. She is a defiled virgin. ആയ ദൈവത്തിന്റെ സഭ
വിശുദ്ധമാകുന്നു. The bride of Christ, church of Christ is holy. 1 പത്രോസ് 1:16. 1 Peter 1:16. അവിടെ സർവശക്തനായ ദൈവം ഇങ്ങനെ പറയുന്നു, The Almighty God is saying, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. be holy as I am holy. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം According to the holiness that he has called you. സകല നടപ്പിലും Be വിശുദ്ധരായിരിക്കും. holy in all manner of conversation. ക്രിസ്തുവിന്റെ മണവാട്ടി The വിശുദ്ധയാകുന്നു. bride of Christ is holy. അവൾ നിർമ്മല കന്യകയാകുന്നു. She is an undefiled virgin. എന്താണ് നിർമ്മല കന്യക എന്ന് വെച്ചാൽ? What does this pure virgin signify? അവളുടെ ഹൃദയം ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ. She has given her heart only to one. ആർക്കാണ് ആ ഹൃദയം To കൊടുത്തിരിക്കുന്നത്? whom has she given her heart? യൂദയുടെ പുസ്തകം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Jude 1. അവൾ യേശുക്രിസ്തുവിനെ മാത്രം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് She is വായിക്കുന്നു. preserved only by Jesus Christ. യേശുക്രിസ്തുവിന് വേണ്ടി മാത്രം സൂക്ഷിക്കപ്പെട്ടവളാ സഭ. Only preserved by Jesus Christ. This is the church. എന്നാൽ ബാബിലോണിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. But when we come to Babylon, വീടുപോയ ക്രിസ്തീയ സമൂഹങ്ങളെ കുറിച്ച് പറയുന്നത്, when we come to the fallen Christian denominations, അവൾ ക്രിസ്തീയ ലോകത്തിൽ കാണപ്പെടുന്ന മ്ലേച്ഛതകളുടെ this is അമ്മയാകുന്നു. the mother of the abominations in the Christian world. എന്താണ് ക്രിസ്തീയ ഗോളത്തിൽ കാണുന്ന മ്ലേച്ഛതകൾ? What are the abominations in the Christian world? 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വെളിപ്പാട് പുസ്തകം, In Revelation 17:4, അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 things are clearly ആ mentioned. വാക്യം ഒന്ന് വായിച്ചാൽ. Shall we read? ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മതി. ഇവിടെ നമുക്ക് ഈ മഹദിയാം ബാബിലോണിലെ 3 മ്ലേച്ഛതകളെ കാണാം. 3 abominations of this Babylon the Great. 1 വസ്ത്രധാരണത്തിലെ അശുദ്ധി, First in her apparel, 2 അലങ്കാരത്തിലെ അശുദ്ധി, second in her adorning, 3 ആരാധനയിലെ അശുദ്ധി. third in her worship. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഈ അശുദ്ധികളൊക്കെ In നിലനിൽക്കുക. the Christian denominations, all these uncleanness are prevailing. 1 വസ്ത്രധാരണത്തിൽ അശുദ്ധി First in നിലനിൽക്കുന്നു. her apparel. എന്താണ് അശുദ്ധി? What is this അവൾ uncleanness? ധൂമ്രവർണ്ണവും കടുംചുവപ്പ് വസ്ത്രങ്ങളും ധരിക്കുന്നു. She is adorned with purple and scarlet. ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ When we come to the word of God, വസ്ത്രധാരണത്തിന് വളരെ പ്രസക്തിയുണ്ട്. there is much significance to the apparel. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചു. John used to wear of leather. യേശുക്രിസ്തു മുകൾ തൊട്ടടിയോളം തുന്നലില്ലാത്ത നിലയങ്കി ധരിച്ചു. Jesus had a seamless garment. ദൈവത്തിന്റെ സഭയ്ക്കും വസ്ത്രധാരണത്തിന് പ്രമാണമുണ്ട്. Concerning the bride of Christ also there is a concept concerning the apparel. 1 തിമോഥെയോസ് 2:9 1 Timothy 2:9. നിങ്ങൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. You should be adorned in ഈ white, ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കണം. not according to the natures of this world. എന്നാൽ വീടുപോയ ക്രിസ്തീയ വിഭാഗങ്ങൾ എന്താണ് ചെയ്യുന്നത്? But the fallen churches, what do? പട്ടും ധൂമ്രവസ്ത്രങ്ങളും ധരിക്കുന്നു. They adorn themselves in purple and scarlet, കടുംചുവപ്പ് വസ്ത്രം ധരിക്കുന്നു. in black, red. ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം, In the modern world we know, മിക്കവാറും എല്ലാ വലിയ വലിയ തുണിക്കടകളിലും in all the textile garments, പട്ടുകൾക്ക് വേണ്ടി മാത്രം എന്നൊരു വിഭാഗം തുടങ്ങിയിരിക്കുക. there is a separate section for silk alone. പട്ടുവസ്ത്രങ്ങളുടെ പരസ്യങ്ങൾ കൊണ്ട് പത്രം നിറഞ്ഞിരിക്കുക. And everything, the advertisements concerning മനുഷ്യനതിന്റെ silk. പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. Man is running after it. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ In the gospel according to St. Luke, അവിടെ ധനവാനായ ഒരു മനുഷ്യനെ കുറിച്ച് കാണുന്നു. there was a rich man. അവന് നരകത്തിലേക്ക് പോയി. He was descending into the hell. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, Concerning him, അവൻ പട്ടും ധൂമ്രവസ്ത്രങ്ങളും ധരിച്ച് he was adorned in purple and scarlet, ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചു. and sumptuously he fared. നമ്മളൊക്കെ ചിന്തിക്കുക അവൻ വലിയ ദുഷ്ടനായിരുന്നെന്ന്. We think he was a wicked man. ഞാൻ ഒരിക്കലും അത് സമ്മതിക്കത്തില്ല. I never agree with it. ഞാൻ ചിന്തിക്കുന്ന ഈ ഭരണിക്കാവിൽ ഇതുപോലൊരു നീതിമാൻ കാണത്തില്ല. I say that in Bharnikau such a righteous man will not be അവൻ there. അത്ര നീതിമാനായ ഒരു He മനുഷ്യനായിരുന്നു. was a just man. എന്തായിരുന്നു അവന്റെ നീതി എന്നറിയാം? What was his righteousness? അവൻ വലിയ സമ്പന്നനാ. He is a wealthy man. ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, There was a man by name Lazarus. കുഷ്ഠരോഗി. He was a leper, നായ്ക്കൾ വന്നവന്റെ വ്രണം നക്കുക. and dogs used to lick off his wounds, ദുർഗന്ധം വമിക്കുന്ന ശരീരം. and the body was emanating. ഈ ധനവാന്റെ പടിപ്പുരയ്ക്കൽ അവൻ He കിടക്കുകയും was in the steps of the house of the wealthy man. ഭരണിക്കാവിൽ ഏതെങ്കിലും ധനവാന്മാർ അങ്ങനെ ചെയ്യോ? Will any rich man, wealthy man in Bharnikau do like that? നിങ്ങളുടെ വീടിന്റെ പടിപ്പുരയ്ക്കൽ ഒരു നാറ്റം വമിക്കുന്ന കുഷ്ഠരോഗിയെ കയറ്റി കിടത്തുമോ? Will any leper abide in your doorstep? അവനവന്റെ വീടിന്റെ പടിപ്പുരയ്ക്കൽ ഈ കുഷ്ഠരോഗിയെ He കിടത്തി. is in the doorstep of that house, അവൻ കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരു പങ്ക് അവന് കൊടുത്തു. and some portion of that food is being given to him. ഈ ലാസർ എന്നും ഈ ധനവാന്റെ ഭക്ഷണത്തിന്റെ ബാക്കി കിട്ടാൻ കാത്തു So കിടക്കുക. Lazarus is waiting to receive the remains. ഇനി പറ, അവൻ നീതിമാനല്ലേ? Is he not a righteous man? അവൻ നീതിമാൻ തന്നെ. He is a righteous പക്ഷെ man. അവൻ മരിച്ചപ്പോൾ പാതാളത്തിലേക്ക് പോയി. But when he died, he went to the grave. എന്താ കാരണമെന്നറിയാമോ? What is the reason for it? അവന്റെ ആഡംബരമായിരുന്നു കാരണം. Because he fed himself അവൻ sumptuously. പട്ടും ധൂമ്രവസ്ത്രങ്ങളും ധരിച്ച് He was girt in linen and fine purple. യെശയ്യാ 14:11 Isaiah 14:11. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിൽ
പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകും. And the pomp and everything will go descend into the hell. ആകയാൽ ദൈവത്തിന്റെ ജനമേ, Oh people of God, ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു പ്രമാണമുണ്ട്. there is a concept, truth concerning the people of God. ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് ഒരു പ്രമാണമുണ്ട്. There is for its bride also there is a law. സഭാപ്രസംഗം 9:8. In Ecclesiastes 9:8, നിന്റെ വസ്ത്രമെല്ലാം ഇപ്പോഴും വെള്ളയായിരിക്കട്ടെ. let your garments always be നിന്റെ holy. തലയിൽ ഒരിക്കലും എണ്ണ Let your കുറയാതിരിക്കട്ടെ. head lack no ointment. വെളിപ്പാട് പുസ്തകം 3:5. Revelation 3:5, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. to him that overcomes I will give a white garment. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ഉടുപ്പ് ധരിച്ച് എന്നോട് കൂടെ They shall നടക്കും. be worthy and they shall walk with me in white. ദൈവസഭയ്ക്ക് ആത്മീയമായ അലങ്കാരങ്ങളുണ്ട്. There is an adornment for the church of Christ. അവന് രക്ഷാവസ്ത്രമുണ്ട്. Their garment of അവന് salvation, നീതിയുടെ അങ്കിയുണ്ട്. the robe of righteousness, അവന് സ്തുതിയുടെ മേലാടയുണ്ട്. the garment of praise. അവന് പൊൻകസുകൊണ്ടുള്ള വസ്ത്രമുണ്ട്. There is the golden ornament, അവന് ചിത്രത്തയ്യലുള്ള വസ്ത്രമുണ്ട്. the garment of needlework, അവന് വെള്ളവസ്ത്രം the വെള്ളയുടുപ്പുണ്ട്. white raiment, ശുഭ്രവും ശുദ്ധവുമായ വിശേഷ and fine വസ്ത്രമുണ്ട്. linen, clean and bright. എന്നാൽ വീണുപോയ ക്രിസ്തീയ വിഭാഗങ്ങളോ But for the fallen അവർ denominations, പട്ടും ധൂമ്രവസ്ത്രങ്ങളും ധരിച്ച് it is in purple and scarlet, കടുഞ്ചുവപ്പ് വസ്ത്രങ്ങൾ ധരിച്ച് and നടക്കും. also in bright ഇത് red. കാണുമ്പോ മനസ്സിലാക്കിക്കോ, When you see all these things, ബാബിലോണിന്റെ മ്ലേച്ഛതയാണ്. the abominations of Babylon, തമ്പുരാൻ ന്യായം വിധിക്കും. God is going to judge. കറുത്ത കുതിര പ്രയാണം ചെയ്തു The കഴിഞ്ഞിരിക്കുന്നു. black horse has already gone. എന്റെ ജനമേ, അവിടെ പാപങ്ങളിൽ Oh ഓഹരിക്കാരാവുന്നത്. my people, be not partaker of her sins. അവളെ വിട്ടു പോരുവീൻ. Come out of her. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, Second we read, അവൾ പൊന്നും മുത്തുങ്ങളും she അണിഞ്ഞിരിക്കും. also was adorned in gold and in pearls. കേരളത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം, We who are living in Kerala know. പത്രങ്ങളിലെ മെയിൻ വാർത്തയാ സ്വർണത്തിന്റെ വില കൂടി കുറഞ്ഞു. It is written that the prices of gold has decreased. രാജ്യം അതുകൊണ്ട് ഇടിഞ്ഞു വീടുന്ന രീതിയിലേക്ക് എഴുതി വെക്കുന്നത്. And everything is written clearly in the papers. സ്വർണത്തിന് 4 രൂപ കൂടി 3 രൂപ കുറഞ്ഞു. And the gold, the price has diminished, it has increased. കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം ഓടുകയെ ചെയ്യുന്നുണ്ട്. And the Christians of Kerala are running after it. ജുവല്ലറികളിൽ നിൽക്കാൻ വയ്യാത്ത തിരക്ക്. And all the jewelry shops, it is having much great business. ഇറങ്ങി വരുമ്പോ വീട്ടിൽ ചെല്ലുമ്പോ കൈ കാണത്തില്ല. And nothing in the hand. വല്ലവനും വെട്ടിക്കൊണ്ട് പോകും. Someone would have taken it away. അകത്തുനിന്ന് നോക്കണം, തലയ്ക്ക് കഴുത്തിന് മേളിൽ തലയുണ്ടോ എന്നുള്ളത്. And above the neck, no head also. യാതൊരു സുരക്ഷിതത്വമില്ല. No preservation. ബൈക്കിൽ വന്ന് പിള്ളേർ തട്ടിക്കൊണ്ട് പോകുകയാണ്. And someone are snatching it away. എന്നിട്ട് സ്വർണത്തിന്റെ പിന്നാലെ ഓടുക. But still running after gold. മുത്തിന്റെ പിന്നാലെ ഓടുക. Running after costly pearls. രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കുക. Running after gems. ദൈവമക്കളെ ദൈവത്തിന്റെ സഭയ്ക്ക് അത് പറഞ്ഞിട്ടില്ല. For the children of people of God, it is not mentioned. അത് ബാബിലോണിന്റെ അശുദ്ധിയാ. It is the abomination of അത് Babylon. വീണുപോകുന്ന സഭയുടെ അലങ്കാരമാണ്. This is the adorning of the fallen church. ദൈവത്തിന്റെ സഭയുടെ അലങ്കാരം എന്താണ്? What is the adorning of the church of God? വിശുദ്ധ പത്രോസ് ഇപ്രകാരം പറയുന്നു, St. Peter is mentioning, നിങ്ങളുടെ അലങ്കാരം പുറമേ ഉള്ളതായിരിക്കും. let your adorning be not outwardly, നിങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധതയാണ് നിങ്ങളുടെ but let it be അലങ്കാരം. the meekness of a quiet heart. വിശുദ്ധ പൗലോസ് ഇപ്രകാരം What പറയുന്നു, does St. Paul say? പൊന്നും മുത്തും വിലയേറിയ രത്നങ്ങൾ കൊണ്ടല്ല നമ്മളെ We അലങ്കരിക്കേണ്ടത്. are not adorned with gold and silver and precious jewels. നമ്മുടെ അകത്ത മനുഷ്യനായിരിക്കണം നമ്മുടെ It is അലങ്കാരം. our inner man which is our adorning. അത് മാത്രമല്ല, Not only this, ആദിമ നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ in the former centuries, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരൊക്കെ ദരിദ്രരായിരുന്നു. all the people, apostles were poor. ഒന്നാമത്തെ പോപ്പായ പത്രോസും യോഹന്നാനും കൂടെ The first popes, Peter and ആ John, ദേവാലയത്തിലേക്ക് പോകുക. they were going to the temple. ഒരു മുടന്തനായ മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. A man crippled was in the temple പത്രോസിനെ gate, കണ്ടിട്ട് വല്ലതും കിട്ടുമെന്ന് കരുതി കൈ നീട്ടി. and he held out his arms expecting something. പത്രോസ് അവനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, Peter looked unto him, പൊന്നും വെള്ളിയും ഞങ്ങളുടെ പക്കൽ ഇല്ല, silver and gold have I none, ഞങ്ങളുടെ പക്കൽ ഉള്ളത് തരാം. but such as I have give I thee. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് In the നടക്കാം. name of Jesus, അവൻ rise up and walk. സൗഖ്യമുള്ളവനെ എഴുന്നേറ്റ് നടന്നു. He walked there. പത്രോസിന്റെ പക്കൽ പൊന്നില്ലായിരുന്നു. Peter did not have gold. യോഹന്നാന്റെ പക്കൽ പൊന്നും വെള്ളിയും John did ഇല്ലായിരുന്നു. not have gold and silver. ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്ക് പൊന്നും വെള്ളിയും The first century ഇല്ലാത്തവരായിരുന്നു. saints did not have gold or silver. പൊന്നും വെള്ളിയും അത് ബാബിലോണിന്റെ Gold മ്ലേച്ഛതയാണ്. and silver, the abominations of Babylon. ദൈവത്തിന്റെ സഭയ്ക്ക് അത് പറഞ്ഞിട്ടില്ല. It is not for the church of God. യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ In the book of Job 22-24 22-24, അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, what do we read? നിന്റെ പൊന്ന് പൊടിയിലും In that dust നിന്റെ ഓഫീർ തങ്കം and the gold of Ophir, നിന്റെ തോട്ടിലെ കല്ലുകളുടെ ഇടയിലും ഇട്ടുകളക. let it be in the stones of the brook, ഇപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നായിരിക്കും. and the Almighty will be your defense. അവൻ നിനക്ക് വെള്ളി വാളമായിരിക്കും. You will have plenty of silver. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും. You will then delight in the നീ Almighty, അവനോട് പ്രാർത്ഥിക്കും. and you will lift up your face unto അവൻ Him, നിന്റെ പ്രാർത്ഥന കേൾക്കും. and He shall hear your prayer. സഹോദരി ചിന്തിച്ചു നോക്കല്ലേ, Oh പ്രാർത്ഥന കേൾക്കാത്തത് sister, എന്താ? why your prayers are hindered? നിന്റെ പൊന്നെടുത്ത് തോട്ടിൽ ഇട്ടാട്ട് And put your gold in the brook, നിന്റെ ഓഫീർ തങ്കം കല്ലുകളിലേക്ക് and your വലിച്ചെറിഞ്ഞാട്ട് gold of Ophir throw it away. ദൈവമായിരിക്കട്ടെ നിന്റെ പൊന്നും വെള്ളിയും, Let God Himself be your gold and silver. അവനായിരിക്കട്ടെ നിന്റെ
നിന്റെ അലങ്കാരം. Let him be your adorning. അപ്പോൾ നീ ദൈവത്തിൽ സന്തോഷിക്കും. Then you will rejoice in നീ the Almighty. പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന അവർ കേൾക്കും. And your prayers will be heard. അത് മാത്രവുമല്ല, Not only this, ഈ ബാബിലോണിന്റെ മറ്റൊരു അശുദ്ധിയെ കുറിച്ച് പറഞ്ഞു. another uncleanness of Babylon. അവന്റെ കയ്യിൽ ഒരു മ്ലേച്ഛ നിറഞ്ഞ പാനപാത്രം And പിടിച്ചിരിക്കുന്നു. there was a cup, a vessel in his hand. അത് സ്വർണം കൊണ്ട് നിർമ്മിച്ചതാ. That vessel was made of gold, പക്ഷെ നിറഞ്ഞിരിക്കുന്നത് അശുദ്ധിയാണ്. but full of iniquity. അത് ആരാധനയെ വെളിപ്പെടുത്തി കാണിക്കുന്നു. It is worship. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. There is a precept to worship the true God. കർത്തൃമേശ എടുക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു പ്രമാണമുണ്ട്. There is a law for the church of God taking the Holy Communion. പൊൻപാത്രത്തിനുള്ളത് അത് ശുദ്ധിയുള്ളവർക്കേ കൊടുക്കാവൂ. And then the gold vessels only for pure ones. പൊൻപാത്രത്തിൽ അശുദ്ധി നിറച്ച് വെക്കരുത്. You should never fill the gold vessels with impurity. പുകവലിക്കുന്നവർക്കും മദ്യപിക്കുന്നവർക്കും കൊടുക്കാനുള്ളതല്ല തിരുവത്താഴം. For smokers and drunkards we do not give Holy Communion. വെറ്റില മുറുക്കുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല And for തിരുവത്താഴം. the people who are chewing also we do not give. തമ്പുരാൻ തിരുവത്താഴത്തിന് വ്യക്തമായ പ്രമാണം And പറഞ്ഞിട്ടുണ്ട്. God has given certain precepts for the table. അയോഗ്യമായിട്ട് എടുത്താൽ ശിക്ഷാവധി വരുമെന്ന് All പൗലോസ് those who പറയുന്നു. eat unworthily shall be receiving of the damnation of the Lord. തിന്നുകയും ചെയ്യുന്നവൻ വിവേചിക്കാഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്ന് പറയുന്നു. He who does not eat worthily, he is eating damnation unto himself. വളരെ പരിശുദ്ധിയോടെ എടുക്കേണ്ടതാ You have തിരുവത്താഴം. to take it with utmost holiness. പക്ഷെ വീണുപോയ ക്രിസ്തീയ സമൂഹങ്ങളിൽ എന്ത് But സംഭവിക്കുന്നു? in the fallen Christian denominations, പാത്രം പൊന്നുകൊണ്ടുള്ളതാണ്, the vessel is of gold, പക്ഷെ അകത്ത് നിറഞ്ഞിരിക്കുന്നത് അശുദ്ധി. but inside full of uncleanness. മദ്യപിക്കുന്നവന് തിരുവത്താഴമുണ്ട്, And also for the drunkard, പുകവലിക്കുന്നവന് തിരുവത്താഴമുണ്ട്, also for the one who smokes, ദുർനടപ്പിൽ ജീവിക്കുന്നവന് also തിരുവത്താഴമുണ്ട്, the one who is in fornication, വെറ്റിലമുറുക്കുന്നവന് തിരുവത്താഴമുണ്ട്. also one who is chewing. എന്ന ജനമേ അവിടെ പാപങ്ങളെ വിട്ടു പോരെ. Oh, come out of our sins. അവിടെ അശുദ്ധിയിൽ Be പങ്കാളികളാവരുത്. not partaker of our uncleanness. അവിടെ ബാധകളിൽ ഓഹരിക്കാരാവരുത്. Be not unclean, partaker of our plagues. തമ്പുരാൻ ന്യായം വിധിക്കും. The Lord will judge. അവിടെ ന്യായവിധിയെ വിട്ടു പോരുവീൻ. Come out of our judgments. ദൈവത്തെ ആരാധിക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്. There is a precept to worship ദൈവം God. വിശുദ്ധനാണ്. God is holy. ദൈവത്തെ ആരാധിക്കാൻ നീതിയിലും വിശുദ്ധിയിലും We ആരാധിക്കണം. should worship him in holiness and righteousness. ലൂക്കോസ് 1:74 Luke പറഞ്ഞിട്ടുണ്ട്. 1:74. 2 തിമോഥെയോസ് 1:4 2 Timothy 1:24. നിർമ്മല മനസ്സാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കണം. With an undefiled conscience. എബ്രായർ 9:14 In Hebrews 9:14. യേശുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകിയിട്ട് വേണം ആരാധിക്കുവാൻ. By having been pured by the blood of Jesus Christ, we have to worship. ഫിലിപ്പിയർ 3:3 Philippians 3:3. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ We have ആരാധിക്കണം. to worship him by the power of the Holy Ghost. ആ ആരാധനയെ സ്വർഗ്ഗം അംഗീകരിക്കത്തുള്ളൂ. And only that worship heaven will accept. നമുക്ക് നമ്മുടെ കണ്ണുകളെ മൂടാം. Shall we close our നാളെ eyes? രാത്രി നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് ചിന്തിക്കാം. Tomorrow night we will meditate the ഇന്ന് remaining രാത്രി portions. നമുക്ക് ബാബിലോണിന്റെ പാപങ്ങളെ വിട്ടു പോരാ. We have to come out of the sins of Babylon. സത്യസഭയിലേക്ക് നമുക്ക് കടന്നു We have വരാം. to come to the true church. നമ്മുടെ വസ്ത്രധാരണം വിശുദ്ധമായിരിക്കട്ടെ. Our adorning it must be holy. നമ്മുടെ അലങ്കാരം വിശുദ്ധമായിരിക്കട്ടെ. Our adorning must be holy. നമ്മുടെ ആരാധന Our വിശുദ്ധമായിരിക്കട്ടെ. worship must be holy. നമ്മുടെ മനസാക്ഷി Our വിശുദ്ധമായിരിക്കട്ടെ. conscience must be holy. ആത്മാവിൽ We ആരാധിക്കുന്നവരായി have to be worshipping in spirit. ആത്മാവിൽ ആരാധിക്കുന്നിടത്ത് വിടുതലുണ്ട്. And when we worship in spirit, there is liberty. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ സഭയെ ചേർക്കുവാൻ യേശു വരും. And God is going to gather up that church. ക്രിസ്തുവിന്റെ സഭയുടെ കാന്തനാകുന്നു ക്രിസ്തു. Christ is the bridegroom of the church. ദൈവസഭ ക്രിസ്തുവിന്റെ മണവാട്ടി. And Christ church is the bride of Christ. ആകയാൽ നമുക്ക് ഒരുങ്ങാം. Shall we prepare ourselves? നമ്മുടെ യേശു വരാറായി. Our Jesus is coming soon. ഇന്ന് രാത്രി എത്ര പേർ യേശുവിനെ കാത്തിരിക്കുന്നു? How many of you are waiting for നീ Jesus? ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന നിർമ്മല കന്യകയോ, Are you that undefiled virgin preparing for Jesus? അതോ എതിർ ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന വീണുപോയ സഭയോ? Or that fallen church preparing for Antichrist? നിന്റെ ആത്മീയ ജീവിതത്തിന് നിലവാരം എങ്ങനെയുണ്ട്? What is the standard of your spiritual life? ഒരു നിമിഷം നിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക. Consider your own self. അന്യമായതെല്ലാം നീക്കിക്കളക. Remove everything unwanted. മനസാക്ഷിയെ ശുദ്ധീകരിക്കുക. Purify your conscience. യേശു നമ്മുടെ നടുവിലുണ്ട്. Jesus is our now made. അവന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കും. His blood is sanctifying നമ്മുടെ us. യേശു വരാറായി. Our Jesus is coming എത്ര soon. മക്കളുടെ ഹൃദയത്തിൽ പ്രത്യാശയുണ്ട്? How many have this hope? പ്രത്യാശയുള്ള ദൈവമക്കൾ കണ്ണുകളെ മൂടിയ Shall we close our eyes? മുഴങ്കാലുകളെ മടക്കി Shall we be on our നമ്മുടെ knees? യേശു വരാറായി. Our Jesus is നമ്മൾ coming soon. രൂപാന്തരപ്പെട്ട കർത്താവിന്റെ സന്നിധിയിൽ And we ചേരാറായി. are going to be gathered in the presence of the നമ്മുടെ Lord. മണവാളനോട് നാം ഒന്നായി And we'll be തീരാറായി. one with the bridegroom. പ്രത്യാശ നമുക്ക് പുതുക്കാം. Shall we renew our hope? നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. Shall we worship in the spirit? നീതിയിൽ Shall ആരാധിക്കാം. we worship in righteousness? വിശുദ്ധിയിൽ Shall ആരാധിക്കാം. we worship in holiness? ആ താമ്ര പർവ്വതത്തിലേക്ക് Shall ഓടിച്ചെല്ലാം. we run to that mountain of brass?
അവന്റെ കൃപയിൽ നമുക്ക് Shall ആശ്രയിക്കാം. we trust in His grace? അവന്റെ കരുണയിൽ Shall we ആശ്രയിക്കാം. trust in His mercy? കർത്താവേ, എന്നോട് കൃപ കാണിക്കണം. Oh Lord, be gracious unto me. കർത്താവേ, എന്നോട് കരുണ Oh കാണിക്കണം. Lord, be merciful unto me. രാത്രി അവൻ നിന്നെ സൗഖ്യമാക്കും. Now He is healing you. രാത്രി അവൻ നിന്നെ ശുദ്ധീകരിക്കും. This night He will purify you. രാത്രി അവൻ നിന്നെ ശുദ്ധീകരിക്കും. He will cleanse you. പാപങ്ങളെ കഴുകി കളയും. He will wash away your sins. അവന്റെ മനസ്സാക്ഷി അവൻ He ശുദ്ധീകരിക്കും. will purify your conscience. വരവിന് വേണ്ടി നിന്നെ ഒരുക്കും. Go prepare yourself for His coming. രക്ഷിക്കപ്പെട്ടത് അവന്റെ കൃപ. And you are saved by His grace. നീതീകരിക്കപ്പെട്ടത് അവന്റെ കൃപ. Justified by His grace. ഇന്നുവരെ നിലനിൽക്കുന്ന അവന്റെ കൃപ. Preserved till they die by His grace. ആ കൃപ നിന്നിൽ വെളിപ്പെടും. And when He is coming, that grace will be revealed. രൂപാന്തരപ്പെടുത്തും. And that grace will transform you. കൊടുത്താട്ടെ. And let it prepare you. കൃപയിൽ ആശ്രയിക്കുവീ. Oh, trust in His grace. പ്രത്യാശയേറിടും നീ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടും നീ ഭയന്തു ഭാഗ്യമിത് എന്റെ മനസ്സമ്മോദത്താൽ പൊങ്ങിടും നീ പ്രിയ നിന്നോട് ചേർന്നിടുവാൻ ഭയന്തു ഭാഗ്യമിത് എന്റെ മനസ്സമ്മോദത്താൽ പൊങ്ങിടും നീ പ്രിയ നിന്നോട് ചേർന്നിടുവാൻ കണ്ടൽ കൊതിച്ചിടുന്ന കാന്തനെ കണ്ടു ഞാനും തന്നാനൊരുവനായി നിത്യാവും വാണിടുവാൻ കണ്ടൽ കൊതിച്ചിടുന്ന കാന്തനെ കണ്ടു ഞാനും തന്നാനൊരുവനായി നിത്യാവും വാണിടുവാൻ പ്രത്യാശയേറിടുന്നേ എന്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ എന്തു ഭാഗ്യമിത് എന്റെ സന്തോഷിച്ചാൽ all the people with hope rejoice. എന്തു ഭാഗ്യമിത് എന്റെ മനസ്സമ്മോദത്താൽ പൊങ്ങിയിടുന്നേ പ്രിയ നിന്നോട് ചേർന്നിടുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്ന കാന്തനെ കണ്ടു ഞാനും തന്നാനൊരുവനായി നിത്യാവും വാണിടുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്ന കാന്തനെ കണ്ടു ഞാനും തന്നാനൊരുവനായി നിത്യാവും വാണിടുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്ന കാന്തനെ കണ്ടു ഞാനും തന്നാനൊരുവനായി നിത്യാവും വാണിടുവാൻ കണ്ണുകൾ കൊതിച്ചിടുന്ന കാന്തനെ കണ്ടു ഞാനും കണ്ണുകൾ കൊതിച്ചിടുന്ന കാന്തനെ കണ്ടു ഞാനും തന്നാനൊരുവനായി നിത്യാവും വാണിടുവാൻ ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മളോട് ഓരോരുത്തരോടായി സംസാരിച്ചിരിക്കുകയാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നതായ ദിവ്യ ആലോചനകൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന സ്വർഗീയമായ ദൂതുകൾ കർത്താവ് വ്യക്തിപരമായി ഓരോരുത്തരോടും സംസാരിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് കൃപാസമ്പന്നനാണ്. അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ന്യായകർത്താവാണ്. പ്രിയ ദൈവജനമേ, അവൻ കൃപ ധാരാളം നൽകിക്കൊണ്ടിരിക്കുന്നു. അവൻ കൃപാസമ്പന്നനാണ്. ആ കൃപാസമ്പന്നനായ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് കൃപ പ്രാപിക്കാം. ഇപ്പോൾ കൃപയുടെ സമയമാണ്. അവൻ എല്ലാവർക്കും കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടുവാനുള്ള കൃപ ഇന്ന് രാത്രിയിലും അവൻ നമ്മുടെ മേൽ ധാരാളം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കേട്ട പ്രിയ സഹോദരങ്ങളെ, ഈ മാറ്റമില്ലാത്ത സ്വർഗീയ ദൂതുകൾ കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരെങ്കിലും ഈ വലിയ രക്ഷാ സമാധാനം പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ രക്ഷാ ദിവസമാണ്. അവൻ നിങ്ങളുടെ പാപങ്ങളെ ഒക്കെയും ക്ഷമിക്കുന്നു, അകൃത്യങ്ങളെ ഒക്കെയും കൃപയാൽ പരിഹരിക്കുന്നു. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പാപങ്ങൾ ഏതായിരുന്നാൽ തന്നെയും ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കൃപ പ്രാപിക്കുക. നിങ്ങളുടെ പാപങ്ങളെ കൃപയാൽ അത് കഴുകിക്കളയുവാൻ, കർത്താവിന്റെ രക്തത്താൽ കഴുകിക്കളയുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. ഹല്ലേലൂയ. കൃപയിലേക്ക് വരിക. ദൈവജനമേ, കൃപ പ്രാപിക്കുക. ഇപ്പോൾ അവൻ കൃപ തന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, അവനോട് അടുത്ത് ജീവിപ്പാൻ, ദൈവാനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ, ഉണർത്തപ്പെട്ട് ജീവിക്കുവാൻ കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അവൻ ഇന്ന് ഈ രാത്രിയിൽ
ഈ പന്തലിൻ കീഴിൽ ധാരാളം കൃപ പകർന്നുകൊണ്ടിരിക്കുകയാണ്. അശുദ്ധമായതെല്ലാം വെറുത്ത് ജീവിപ്പാൻ, നമ്മെ തന്നെ വിശുദ്ധീകരിപ്പാൻ കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. കൃപ അവൻ പകർന്നുകൊണ്ടിരിക്കുന്നു. ധാരാളം പ്രാപിക്കുക. വേണ്ടവർക്കെല്ലാം ഇപ്പോൾ കൃപ പ്രാപിക്കാം. നിലനിൽക്കാനുള്ള കൃപ പ്രാപിക്കാം. ജീവിക്കുവാനുള്ള കൃപ പ്രാപിക്കാം. വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള കൃപ പ്രാപിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാം. എല്ലാവരും എഴുന്നേറ്റിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടും വൻകടലുപോലഴമേറുന്ന കൃപമതി, കൃപമതി, ഹല്ലേലൂയ. എനിക്ക് കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടും വൻകടലുപോലഴമേറുന്ന കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടും കടലുപോലഴമേറുന്ന കൃപമതി, കൃപമതി എനിക്ക് കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടും കടലുപോലഴമേറുന്ന കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടും കടലുപോലഴമേറുന്ന കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടും കടലുപോലഴമേറുന്ന കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടും കടലുപോലഴമേറുന്ന കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കൃപമതി, കൃപമതി എനിക്ക് കാൽവരിയിൽ നിന്നൊഴുകിടും കടലുപോലഴമേറുന്ന കൃപമതി, 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 കൃപമതി എനിക്ക് കൃപമതി, കൃപമതി, കൃപമതി എനിക്ക് കൃപമതി, 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 കൃപമതി എനിക്ക് കൃപമതി, കൃപമതി, കൃപമതി. ഏറ്റവും പെട്ടെന്ന് ഇനി ഒരു അല്പസമയത്തിനുള്ളിൽ കൃപയുടെ കാലം തീരും. കൃപയുടെ വാതിൽ അടയും. കൃപയുടെ വാതിൽ അടയുവാൻ സമയമെടുത്തിരിക്കുന്നു. പ്രിയ ദൈവവൈതലേ, സഹോദര സഹോദരി, ഇന്ന് നീ കൃപ പ്രാപിച്ച് നിന്റെ ജീവിതം ധന്യമാക്കേണ്ട അവസാന മിനിറ്റുകളാണ്. ദൈവത്തോട് അടുത്തുകൊള്ളുക. ദൈവത്തോട് അടുത്തുകൊള്ളുക. അവനോട് അടുത്തു വരിക. അതുകൊണ്ട് കൃപ പ്രാപിപ്പാൻ, തത്സമയത്ത് കൃപ പ്രാപിപ്പാൻ കൃപാസനത്തോട് അടുത്തു വന്നുകൊള്ളുക. അവനിപ്പോൾ നമ്മുടെ മധ്യേ ഉണ്ട്. ഇനി അന്വേഷിക്കുന്ന ഒരു സമയത്ത് അവനെ കണ്ടെത്തുവാൻ കഴിയുകയില്ല. എന്നാൽ ഇപ്പോൾ അവൻ നമ്മുടെ ചാരേ ഉണ്ട്. കൃപ, കൃപ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തു വന്നുകൊള്ളുക. നാളത്തേത് നമ്മുടേതല്ല. പ്രിയ സഹോദര, നിന്റെ ജീവിതത്തെ പുതുക്കുവാനുള്ള, നീ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനുള്ള ഒരവസാന സമയത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിന്റെ ജീവിതം കർത്താവ് അറിയുന്നു. നീ ആരായിരിക്കുന്നുവെന്ന് ദൈവം ഉള്ളതുപോലെ അറിയുന്നു. ദൈവസന്നിധിയിൽ നിന്നെ താഴ്ത്തിക്കൊള്ളുക. ദൈവസന്നിധിയിൽ നിന്നെ ശുദ്ധീകരിച്ചു കൊള്ളുക. ഒരശുദ്ധിയും കൂടാതെ ദൈവകൃപയിൽ സൂക്ഷിക്കപ്പെട്ട കൃപ, കൃപ എന്ന് പറഞ്ഞുകൊണ്ട് കൃപ പ്രാപിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കുവാൻ കാത്തു നിന്നുകൊള്ളുക. അവന്റെ വരവേറ്റം ആസന്നമാണ്. കൃപയുടെ വാതിൽ അതോടുകൂടെ അവസാനിക്ക പോവുകയാണ്. നമുക്ക് ഒരുക്കപ്പെടാം. അവനോട് അടുത്ത് വരാം. ഒരു നിമിഷം അടുത്ത് വരാം. ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും കർത്താവിനോട് അടുത്ത് വരാം. ദൈവകൃപയാൽ നിറയപ്പെടാം. കൃപ, കൃപ എന്ന് പറയാം. ചുരുക്കം ചിലര് ഇതൊന്നും വേണ്ടാത്തവരായിട്ട് ഇതിന്റെ മധ്യേ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓർത്ത കർത്താവ് ദുഃഖിക്കുകയാണ്. യാതൊരു കൃപയുടെ അംശവും വ്യാപരിക്കാത്തവരായിട്ട്, ഒരു ദൈവിക സാന്നിധ്യമില്ലാത്തവരായിട്ട് ഇവിടെ ചുരുക്കം ചിലരെ കാണുന്നുണ്ട്. ദൈവകൃപ അനുഭവിച്ചു കൊള്ളുക. ഇത് ദൈവകൃപ അനുഭവിക്കാനുള്ള നല്ല സമയമാണ്.
നല്ല സമയമാണ്. ഹല്ലേലൂയ. കൃപ അനുഭവിക്കാം, കൃപ പ്രാപിക്കാം, കൃപയാൽ ശുദ്ധീകരിക്കപ്പെടാം, കൃപയാൽ ബലപ്പെടാം, കൃപയാൽ അനുഗ്രഹിക്കപ്പെടാം, കൃപയാൽ ഉണർത്തപ്പെടാം, ദൈവശക്തിയെ പ്രാപിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. രാജ്യം സമീപമായി, കാലം തീർന്നു പോയി, എല്ലാവരും പാടിയാട്ടെ, എല്ലാവരും പാടിയാട്ടെ, ദൈവരാജ്യം സമീപമായി, എല്ലാവരും കൈയടിച്ച് പാടിയാട്ടെ. കൃപയിൻ വാതിലിതാ ഇപ്പോൾ നിനക്കായി തുറന്നിരിപ്പു, കൃപയിൻ വാതിലിതാ ഇപ്പോൾ നിനക്കായി തുറന്നിരിപ്പു. ആമേൻ. കാലം തീർന്നു പോയി, ദൈവരാജ്യം സമീപമായി, എല്ലാവർക്കും പാടാം, എല്ലാവർക്കും പാടാം, കാലം തീർന്നു പോയി, എല്ലാവരും, എല്ലാവരും. ദൈവരാജ്യം സമീപമായി, കൃപയിൻ വാതിലിതാ ഇപ്പോൾ നിനക്കായി തുറന്നിരിപ്പു, കൃപയിൻ വാതിലിതാ ഇപ്പോൾ നിനക്കായി തുറന്നിരിപ്പു. കാലം തീർന്നു പോയി, ദൈവരാജ്യം സമീപമായി, കാലം തീർന്നു പോയി, ദൈവരാജ്യം സമീപമായി, ആമേൻ, ആമേൻ. കൃപയിൻ വാതിലിതാ ഇപ്പോൾ നിനക്കായി തുറന്നിരിപ്പു, Glory, glory, കൃപയിൻ വാതിലിതാ glory, ഇപ്പോൾ glory. നിനക്കായി തുറന്നിരിപ്പു, കൃപയിൻ വാതിലിതാ ഇപ്പോൾ 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 നിനക്കായി ഹൈഡവരെ സുരബ്ദുരൈഡവ കരവ. ഓരി മലകഥുര കസുരന മധുര. ശിവര മധുരൈഡ കച്ചുരന മധുര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ കരുണയോട് കൃപയോട് അവൻ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില അല്പസമയം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതേ ആ കരുണയുടെയും കൃപയുടെയും ആ അനുഭവം മാറിയിട്ട് ന്യായം വിധിക്കുന്നതായ, നീതിയോടെ ന്യായം വിധിക്കുന്നതായ ഒരു ന്യായകർത്താവായി അവൻ വെളിപ്പെടാൻ പോവുകയാണ്. അതിനു മുമ്പേ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം, അതിനു മുമ്പേ അവന്റെ കൃപ അനുഭവിച്ച് രൂപാന്തരപ്പെടാം. കൃപയാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവകൃപയാണ് മനുഷ്യനെ ദൈവത്തെ പോലെയാക്കി തീർക്കുന്നത്. ദൈവകൃപ കൊണ്ട് മനുഷ്യർക്ക് രൂപാന്തരപ്പെടാം. അവന് ഒരുക്കപ്പെടുവാൻ കഴിയും, കൃപയാൽ ഒരുക്കപ്പെടുവാൻ കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. അവന്റെ കൃപ എന്നേക്കുമുള്ളതാണ്. അവന്റെ കൃപയാലാണ് ഇതുവരെ നാം ആയിരുന്നത്. അവന്റെ വരവോളം ആ കൃപയാൽ നമ്മെ താങ്ങും, ആ കൃപയാൽ നമ്മെ സൂക്ഷിക്കും, ആ കൃപയാൽ നമ്മെ വിശുദ്ധീകരിക്കും. കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് അവനോട് അടുത്തിരിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 നൽകപ്പെട്ട നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 നമ്മുടെ കർത്താവ് കൃപാസമ്പന്നനായിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം അവന്റെ കൃപ നമ്മെ ഇത്രത്തോളം സൂക്ഷിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മെ തന്നെ പോലെ മാറ്റേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ വചനം കേട്ട ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, ഈ ദേശവാസികള്, ഈ വചനം, ഈ ശബ്ദം കേട്ടവരൊക്കെയും ഈ കൃപ അനുഭവിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് വന്ന് കർത്താവിനെ പോലെ ആയി തീരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തുടർന്ന് നടക്കേണ്ട യോഗങ്ങളെ കർത്താവ് ഭാരമേറ്റ് അനുഗ്രഹമായി നടത്തേണ്ടതിനായി സ്തോത്രം. സ്തോത്രം 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 പിതാപുത്ര പരിശുദ്ധാത്മാവിനായി സ്തോത്രം. സ്തോത്രം നമ്മുടെ കർത്താവ് വേഗം വരുന്നതിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കാം.
സ്നേഹവാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. ഈ ദേശത്തെ സ്നേഹിച്ചതിനാൽ അങ്ങയുടെ കൃപയാൽ കരുണയാൽ ഈ വർഷം ഇങ്ങനെ ഒരു സുവിശേഷ യോഗം നടത്തുവാൻ കൊണം കർത്താവേ, അങ്ങ് കൃപ ചെയ്തതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ശാന്തമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഇത്രത്തോളം കർത്താവ് യോഗങ്ങളെല്ലാം അനുഗ്രഹമാക്കി നടത്തിയതിനായിട്ട് അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. ഈ പ്രഥമരാത്രി യോഗത്തെ നടത്തുവാനായിട്ട് അദൃശ്യരാജ്യത്തോട് അങ്ങ് അധ്യക്ഷനായ ഞങ്ങളുടെ മധ്യ കടന്നു വന്ന് പരിശുദ്ധാത്മ ഞങ്ങളുടെ മധ്യ വ്യാപരിച്ച് വളരെ അനുഗ്രഹമായി കർത്താവേ, സ്തോത്രം. ഈ യോഗത്തെ അങ്ങ് നടത്തിക്കൊണ്ടിരുന്നതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ, സ്തോത്രം. പ്രത്യാശയുടെ ഗാനങ്ങളെ ആലപിച്ച് ദൈവത്തിൽ സന്തോഷിക്കുവാനും ദൈവത്തിൽ ആനന്ദിക്കുവാനും പ്രത്യാശ പുതുപ്പിക്കുവാനും ബലപ്പെടുവാനും ശക്തിപ്പെടുവാനും ദൈവയുടെ ആഖ്യാനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. മഹിമ കണ്ട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ കർത്താവ് നൽകിയതിനായി സ്തോത്രം. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായ നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ഈ രാത്രികാലം കർത്താവ് ദേശത്തോട് അടിയങ്ങളോട് അങ്ങ് അറിയിച്ചതിനായിട്ട് അങ്ങ് വാഴ്ത്തുന്ന സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. അങ്ങ് നീതിമാനായ ദൈവമാണെന്നും അങ്ങ് കൃപാലുവായ ദൈവമാണെന്നും ഹല്ലേലൂയ, സ്തോത്രം. ഈ രാത്രികാലം വളരെ വ്യക്തമായി ശക്തമായിട്ട് കർത്താവേ അങ്ങയുടെ വചനത്തെ അടിസ്ഥാനമാക്കി ഹല്ലേലൂയ കൂടപ്പെട്ട ഓരോരുത്തരോടും ഈ ദേശത്തോടും കർത്താവേ, സ്തോത്രം. അങ്ങ് ഹൃദയമായി സംസാരിച്ചുകൊണ്ടിരുന്നതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്ന, മഹത്വപ്പെടുന്ന കർത്താവേ. കൃപയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു വെച്ചിരിക്കുന്നല്ലോ. കൃപയുടെ കാലം അടയുവാൻ പോകുന്നതിനാൽ ഓരോ നാളും കർത്താവേ, സ്തോത്രം. ഓരോരുത്തരും ദൈവത്തിന്റെ കൃപ പ്രാപിക്കേണ്ടതിന് ഏതെല്ലാം നിലയിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ കാണപ്പെടണമോ ആ നിലയിൽ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് പ്രാപിക്കേണ്ട കൃപകൾ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ നയിപ്പാന്റെ കോണം എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപ നൽകി സഹായിക്കേണ്ടതിനായിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ ഞങ്ങൾ സമ്പന്നനായി തീരേണ്ടതിന് അങ്ങ് ദരിദ്രനായി തീർന്ന കൃപ ഈ രാത്രികാലം കർത്താവേ, കൃപയുടെ വചനത്താൽ കൃപയുടെ ആത്മാവിനാൽ നിറഞ്ഞ് അറിയിച്ചതിനായിട്ട് അങ്ങ് സ്തുതിക്കുന്ന, മഹത്വപ്പെടുന്ന കർത്താവേ, സ്തോത്രം. കൃപയാൽ രക്ഷാപ്രാപിപ്പാന്റെ കൊണ്ട കർത്താവേ അങ്ങയുടെ ആക്കണമേ. കൃപയുടെ ആത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ട് കർത്താവേ, സ്തോത്രം. അതേ കർത്താവായ യേശുക്രിസ്തു ആകാശമേഘത്തിൽ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ അതേ ആ കൃപ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന വലിയ പ്രത്യാശയോട് ആ കൃപയിൽ ആശ്രമിച്ചുകൊണ്ട് ഏവരും കാത്തിരിപ്പാന്റെ കൊണം കർത്താവ് ഇവിടെയാക്കി തീർക്കേണ്ടതിനായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്രം. ബാബിലോണിന്റെ മേൽ വരുവാൻ പോകുന്ന ആ ഭയങ്കരനായ വിധിയിൽ നിന്ന് ആ പാപത്തിൽ നിന്ന് കൂട്ടാളികളായിത്തീരാതെ അതിൽ വിടുവിക്കപ്പെടുവാൻ അതിൽ പുറത്തു വരുവാന്റെ കൊണം ഈ രാത്രികാല സുവിശേഷം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം ഇടയാക്കി തീർക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതേ ലോകം അതിഭയങ്കരമായ ന്യായവിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സുവിശേഷത്താൽ ആ ഭയങ്കരമായ ന്യായവിധി ശിക്ഷാവിൽ വിടുവിക്കപ്പെട്ട് പ്രത്യാശയോട് ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഏവരും ഒരു കാത്തിരിപ്പാൻ അങ്ങ് സഹായിക്കേണ്ടതിനായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ മുഖാന്തരം ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, അനേകം രക്ഷിക്കപ്പെടട്ടെ, അതിനൊരു സ്നാനത്തിനായിട്ട് ഒരുക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കട്ടെ, പ്രത്യാശയോട് ജീവിച്ച് കർത്താവിന്റെ ഒരുനായിട്ട് ഒരുക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ ആലോചന അറിയിപ്പാൻ അങ്ങനെ ദാസന്മാരെ ബലപ്പെടുത്തി ശക്തീകരിച്ച് അഭിഷേകിച്ച് അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. തുടർന്നുള്ള കൂട്ടങ്ങളും എല്ലാം കർത്താവ് അനുഗ്രഹമാക്കി നടത്തും. എല്ലാവരുടെയും മടക്കാത്തരും കർത്താവ് കൂടെ ഇരിക്കും. തിരുനാമത്തെ മഹത്വപ്പെടുത്തും, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടാവുകയും നാം എല്ലാവരോടും സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.